Alhamdulillahi Rabbil Alameen. Alhamdulillahi nahmaduhu wa nasta'inuhu wa nastaghfiruh. Wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu. Wa ashhadu an la ilaha illallah wahdahu la sharika lahu. Wa ashhadu anna Muhammadan abduhu wa rasuluh. Sallallahu ala nabiyyina Muhammadin wa alihi wa sahbihi ajma'in. A'udhu billahi minash shaitanir rajim. Ya ayyuhalladhina amanu taqullaha haqqa tuqatih wa la tamutunna illa wa antum muslimun. Ya ayyuhan nasu taqu rabbakumul ladhi khalaqakum min nafsin wahida wa khalaqa minha zawjaha wa batha minhuma rijalan kathiran wa nisaa. واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിന് തഖ്വ ചെയ്ത് സൂക്ഷ്മതയും ക്രമവും ചിട്ടയുമാർന്ന ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. മരിക്കുവോളം അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. ഹക്കായി മനസ്സിലാക്കാനും അതിനെ മാത്രം പിന്തുടരാനും ബാത്തുലാണെന്നറിഞ്ഞ് അതിനെ വർജിക്കാനും അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. അൽഹംദുലില്ലാഹ്, നമ്മൾ പരിശുദ്ധ റമദാനിൻ്റെ ദിനരാത്രങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഏതൊരു ഇബാദത്തിനും അതിൻ്റെ ഒടുവിലുള്ള സമയങ്ങൾ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതാണ്. എല്ലാ ഇബാദത്തുകൾക്കും അങ്ങനെയാണ്. നമസ്കാരമാണെങ്കിൽ സലാം വീട്ടുന്നതിന് തൊട്ടു മുന്നേ തശഹുദിൽ അതിന് വലിയ പ്രാധാന്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം പ്രാർത്ഥനകൾ പഠിപ്പിച്ചിട്ടുണ്ട്. അവിടെ അതുകൊണ്ട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകപ്പെടുന്ന സമയമാണത്. വെള്ളിയാഴ്ച ദിവസം പവിത്രമായ ആഴ്ചയിലെ ദിവസങ്ങളുടെ നേതാവാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലുള്ള സമയം വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. മഗ്‌രിബിനോടടുത്ത സമയം ദുആക്ക് ഉത്തരം നൽകപ്പെടുന്ന സമയമാണ് എന്ന ഹദീസുകളിൽ കാണാം. അത് വലിയ പ്രാധാന്യമുണ്ട്. അതേപോലെ തന്നെ നോമ്പും അങ്ങനെ തന്നെയാണ്. അതിൻ്റെ ഒടുവിലുള്ള സമയങ്ങൾ പ്രാധാന്യമർഹിക്കുന്നതാണ്. ദുആക്ക് ഉത്തരം നൽകപ്പെടുമെന്ന് ചില റിപ്പോർട്ടുകളുണ്ട്. നോമ്പിൻ്റെ എല്ലാ സമയത്തും ദുആക്ക് ഉത്തരം നൽകപ്പെടുന്നതാണ്. നോമ്പുകാരൻ്റെ ദുആക്ക് ഉത്തരം നൽകപ്പെടും. എന്നാലും ചില അസറുകളിലും മറ്റുമെല്ലാം അതിൻ്റെ ഒടുവിലുള്ള സമയം കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നതാണ് എന്ന് കാണാൻ സാധിക്കും, ദുആക്ക് ഉത്തരം നൽകപ്പെടാൻ. എന്നതുപോലെ റമദാനിൻ്റെ ഏറ്റവും ഒടുവിലുള്ള ഭാഗം നമുക്കറിയാം. അവസാനത്തെ 10 ദിവസങ്ങൾ, അതിൻ്റെ രാത്രികൾ വലിയ പ്രാധാന്യം എന്ത് ചെയ്തിട്ടുണ്ട്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുണ്ട്. സ്വഹാബികളെല്ലാം അങ്ങനെ നൽകിയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ജാഗ്രതയോടെ ചിട്ടയോടെ ഇബാദാത്തുകൾ നിർവഹിക്കാൻ കടപ്പെട്ടിരിക്കുന്ന ദിവസങ്ങളാണ് ഇനി നമ്മുടെ മുന്നിലുള്ളത്. ഈ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് എന്ന് പറയുന്നതിന് മുമ്പ്, ഏതൊരു ഇബാദത്തും അത് ചിട്ടയായി നിർവഹിക്കണമെങ്കിൽ വേണ്ട പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ ഉലമാക്കൾ പഠിപ്പിക്കുന്നുണ്ട്. ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും എല്ലാം അടിസ്ഥാനത്തിലാണ്. അതിലൊന്ന് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന അനുഗ്രഹത്തെ തിരിച്ചറിയുക എന്നുള്ളതാണ്. നമ്മൾ റമദാനിൽ പ്രവേശിച്ചു, ഇത് അനുഗ്രഹമാണ്. റമദാനിൽ നോമ്പനുഷ്ഠിക്കാൻ സാധിക്കുന്നു, അതൊരു അനുഗ്രഹമാണ്. ഇതിലുള്ള ഇബാദാത്തുകൾ അള്ളാഹു നമുക്ക് വളരെ എളുപ്പമാക്കി തന്നു, വലിയ പ്രയാസമുള്ളതൊന്നുമല്ല, അതൊരു അനുഗ്രഹമാണ്. നോമ്പെടുക്കാൻ സഹായകരമാകുന്ന രീതിയിൽ അള്ളാഹു നമുക്ക് റിസ്ക് നൽകിയിട്ടുണ്ട്. ഇത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്.
റമദാനിലെത്തി, റമദാൻ കഴിഞ്ഞുപോയി, ഒരാൾ പാപിയായിട്ട് തന്നെ തുടരുകയാണ് എങ്കിൽ അവൻ നശിച്ചിരിക്കുന്നു എന്നാണ്. റഗിമ അൻഫുറജുലി എന്നാണ് വിശ്വാസം പറയുന്നത്. ഒരാളുടെ മൂക്ക് എന്ത് ചെയ്യട്ടെ, മണ്ണിൽ പതിക്കട്ടെ എന്നാണ്. എന്ന് പറഞ്ഞാൽ അവൻ നശിച്ചു പോകട്ടെ എന്നാണ്. റമദാൻ അവൻ്റെ അടുക്കിൽ പ്രവേശിച്ചു, എന്നിട്ട് എന്ത് ചെയ്തു? റമദാൻ പോയി. പക്ഷെ ഖബല അൻ യുഗ്ഫറല, അവന് പാപമോചനം നൽകപ്പെടുന്നതിന് മുമ്പ്. അപ്പോൾ റമദാൻ വന്ന് അവസാനിച്ചു, പക്ഷേ പാപമോചനം നൽകപ്പെട്ടിട്ടില്ല, അതിൻ്റെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല, എന്നാൽ അവനക്ക് നാശമാണ്. അപ്പോൾ ഇതിന് ഏറ്റവും നല്ല ഒരു രീതി, ഒന്നാമത്തെ കാര്യം, നമുക്ക് ഇത് അള്ളാഹു നൽകിയിരിക്കുന്ന അനുഗ്രഹമാണ്. സലഫുകൾ എന്ത് ചെയ്യുമായിരുന്നു? റമദാൻ പ്രവേശിച്ചാൽ അവരുടെ കുടുംബങ്ങളെ വിളിച്ചുണർത്തുമായിരുന്നു. എന്നിട്ട് പറയും, അടുത്ത റമദാൻ നിങ്ങൾക്ക് ചിലപ്പോൾ ലഭിക്കണമെന്നില്ല, അതുകൊണ്ട് എന്ത് ചെയ്യുക, എഴുന്നേൽക്കുക, ഇബാദത്ത് ചെയ്യുക എന്ന് പറയുമായിരുന്നു. അതേപോലെ 6 മാസം റമദാനിന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു സലഫുകൾ. ഇബ്നു റജബുൽ ഹംബലി റഹ്മഹുല്ലാഹ് പറയുന്നുണ്ട്, 6 മാസത്തോളം അവർ പ്രാർത്ഥിച്ചിരിക്കും റമദാനിൽ ജീവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരത്രയ്ക്കും പ്രാധാന്യം നൽകിയ മാസത്തിലാണ് നമ്മളുള്ളത്. അത്രയധികം ദുആ ചെയ്ത് പ്രതീക്ഷിച്ചിരുന്ന് കാത്തിരുന്ന ദിനരാത്രങ്ങളിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ എത്രത്തോളം അതിന് നമ്മൾ മനസ്സിലാക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. കാരണം അവർ അതിനെ വലിയ അനുഗ്രഹമായിട്ടാണ് കണ്ടത്. അതുകൊണ്ടാണ് അത്രയധികം ദുആ ചെയ്യണത്, അതിനാണ് അത്രയധികം കാത്തിരിക്കുന്നത്. റമദാൻ അവർ കാത്തിരുന്നു, കാരണം അത് അള്ളാഹു ഒരാൾക്ക് കൊടുക്കുന്ന വലിയ അനുഗ്രഹമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പഠിപ്പിക്കുന്നുണ്ടല്ലോ, 2 സഹോദരങ്ങൾ ഒന്നിച്ച് ഇസ്ലാം സ്വീകരിച്ചു. അതിൽ നല്ല രീതിയിൽ പരിശ്രമിക്കുന്ന ഒരു സഹോദരൻ എന്ത് ചെയ്തു? ആദ്യം മരിച്ചുപോയി, രക്തസാക്ഷിത്വം വരിച്ചു. പിന്നീട് 1 വർഷം കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യണത്? കൂടെ ഇസ്ലാം സ്വീകരിച്ചയാൾ മരിക്കുന്നത്. അദ്ദേഹം അത്ര വലിയ പരിശ്രമശാലിയൊന്നുമല്ല, നിർബന്ധമായ ബാധ്യതകൾ നിർവഹിക്കും, അത്രയേ ഉള്ളൂ. പക്ഷെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്നതായിട്ട് ഒരു സഹാബി ഇവരെ സ്വപ്നം കണ്ടപ്പോൾ, രണ്ടാമത് മരിച്ചയാളാണ്, വലിയ രീതിയിൽ പരിശ്രമിക്കാത്ത ഒരാൾ, അദ്ദേഹം ആണ് ആദ്യം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത്. അങ്ങനെ ഇതിൻ്റെ കാരണത്തെക്കുറിച്ച് എന്ത് ചെയ്തു? സഹാബികളുടെ ഇടയിൽ സംസാരമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ച്, നിങ്ങൾക്ക് എന്താണ് അത്ഭുതം? അദ്ദേഹം ഒരു റമദാൻ കൂടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ജീവിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇത്ര നമസ്കാരങ്ങൾ, സുജൂദുകൾ നിർവഹിച്ചിട്ടുണ്ട് എന്നാണ് നബി പറഞ്ഞത്. അപ്പോൾ റമദാനിൽ ഒരാൾക്ക് ജീവിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ വലിയ അനുഗ്രഹമാണ്. പ്രത്യേകിച്ച് മുസ്ലിമായി ജീവിക്കാൻ സാധിക്കുക. മുസ്ലിം അല്ലാത്ത ആളുകളുണ്ട്, റമദാൻ മാസമാണ്, അതിൻ്റെ വലിയ പവിത്രത അവർക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ല. അള്ളാഹു നമ്മൾ മുസ്ലിമാക്കിയത് വലിയ അനുഗ്രഹമാണ്. അതിനുമപ്പുറം തൗഹീദ് ഉൾക്കൊള്ളാൻ നമുക്ക് സാധിച്ചു, സുന്നത്ത് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു, യഥാവിധം എങ്ങനെ നോമ്പെടുക്കണം, നമസ്കരിക്കണം എന്നുള്ള ഇൽമ് നമുക്ക് പഠിപ്പിച്ച് നൽകി. ഇത് ബോധ്യപ്പെട്ടു നമുക്ക്. ഇത് വലിയ അനുഗ്രഹമാണ്. മുസ്ലിമായിട്ട് തന്നെ ഇപ്പോൾ ഈ റമദാൻ തുടങ്ങിയതിന് ശേഷം എത്രയോ വാർത്തകളാണ് നമ്മൾ കണ്ടത്. ലഹരിക്കും അതേപോലെ തന്നെ പല പല കേസുകൾക്ക് പിടിക്കപ്പെട്ട് തല താഴ്ത്തിപ്പോകുന്ന എത്രയോ മുസ്ലിം വീടുകളിൽ പിറന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഇത് അള്ളാഹുവിൻ്റെ സഹായമാണ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണെന്ന് തിരിച്ചറിയുക. ഇങ്ങനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ 2 നേട്ടമുണ്ടെന്നാണ്. ഒന്ന്, എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്ക് ഈ അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന അള്ളാഹുവിനോട് സ്നേഹം ഉണ്ടാവും. അനുഗ്രഹങ്ങൾ ചെയ്ത മുൻഅമീനോട് സ്നേഹം ഉണ്ടാവുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, ആ സ്നേഹം എന്ത് ചെയ്യും? ചിട്ടയായി ഇബാദത്ത് ചെയ്യാൻ എന്ത് ചെയ്യും? സഹായിക്കും. കാരണം അള്ളാഹു എനിക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഇത്ര വണ്ണമേറിയതാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യേണ്ടതുണ്ട്? അള്ളാഹുവിന് ദിക്ർ ചെയ്യേണ്ടതുണ്ട്, അവന് ശുക്ർ ചെയ്യേണ്ടതുണ്ട് എന്ന ബോധം നമുക്കുണ്ടാവും. ഇതാണ് ഒന്നാമത്തെ കാര്യം. നമുക്ക് ചെയ്തിരിക്കുന്ന അനുഗ്രഹങ്ങളെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം? ഓർക്കണം, അത് നമ്മുടെ മനസ്സിൽ കൊണ്ടുവരണം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ന്യൂനതകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. നമ്മൾ ചെയ്യുന്ന ഇബാദാത്തുകളുടെ അതിൽ സംഭവിക്കുന്ന കുറവുകൾ, ധാരാളം കുറവുകളുണ്ട്. സ്വഹാബികളും സലഫുകളും ധാരാളം ഇബാദത്ത് ചെയ്യും, ചിട്ടയോടെ ഇബാദത്ത് ചെയ്യും, പാപങ്ങളിൽ നിന്ന് പരമാവധി മാറി നിൽക്കും. പക്ഷെ അവർക്ക് കഠിനമായ പേടിയുണ്ടായിരുന്നു എന്നാണ്. ഇബാദത്ത് സ്വീകരിക്കപ്പെടുമോ, ഞങ്ങളുടെ ഇബാദാത്തുകളിൽ എന്തെല്ലാം കുറവുകളുണ്ട് എന്ന് കഠിനമായി പേടിക്കുമായിരുന്നു. ഖുർആൻ തന്നെ പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ നിയമങ്ങളെ യഥാവിധം പാലിക്കുകയും വിശ്വസിക്കുകയും ശിർക്ക് ചെയ്യാതിരിക്കുകയും നന്മകളിൽ
വേഗത കാണിക്കുകയും അതേപോലെ തന്നെ മത്സരിക്കുകയും ചെയ്യുന്ന ആളുകൾ വഖുലൂബുഹും വജില, അവരുടെ ഹൃദയം എന്താണ്? പേടിച്ച് അരണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ഇത് ചോദിച്ചപ്പോൾ ആയിഷ ബീവി ചോദിച്ചു എന്താണ് കാരണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അവർ നോമ്പെടുക്കും, നമസ്കരിക്കും, സദഖ കൊടുക്കും, പക്ഷെ തങ്ങളുടെ അമലുകൾ സ്വീകരിക്കപ്പെടുമോ എന്നുള്ള പേടി അവർക്കുണ്ട്. ഇതാണ് ഈ പേടി സലഫുകൾക്കുണ്ടായി. പക്ഷേ നമ്മുടെ അമലുകൾ വളരെ കുറവാണ്, പാപങ്ങൾ വലിയ അധിക രീതിയിലുണ്ട്, എന്നിട്ട് നമുക്കെന്തില്ല, പേടിയില്ല എങ്കിൽ അത് പ്രശ്നമാണ്. അപ്പോൾ ഈ എന്ത് വേണം? പേടി നമ്മുടെ ഹൃദയത്തിലുണ്ട്. നമ്മുടെ ന്യൂനതകളെ സംബന്ധിച്ചുള്ള അറിവ് നമുക്കുണ്ടാവണം. ഈ രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ തിരിച്ചറിയണം. സയ്യിദുൽ ഇസ്തിഗ്ഫാറിൽ പറയുന്നത് പോലെ അബൂ ലക ബിനിഅമതിക അലയ്യ, അള്ളാഹു നീ എൻ്റെ മേൽ ചെയ്ത നിഅമത്തിന് ഞാൻ എന്ത് ചെയ്യുന്നു? തിരിച്ചറിയുന്നു, അത് ഞാൻ സമ്മതിക്കുന്നു. ധാരാളം നിഅമത്ത് നീ എനിക്ക് ചെയ്യുന്നുണ്ട്, അതിനെ തിരിച്ചറിയുന്നു. അതേപോലെ തന്നെ അബൂ ബിദംബി, എൻ്റെ ദമ്പിനെയും ഞാൻ എന്ത് ചെയ്യുന്നു? തിരിച്ചറിയുന്നു, സമ്മതിക്കുന്നു. അപ്പോൾ ഇത് രണ്ടും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് രണ്ടും എന്ത് ചെയ്തത്? ഒരേ ഹദീസിൽ യോജിപ്പിച്ചു കൊണ്ടേക്കുവാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ ഞാൻ തിരിച്ചറിയുന്നു, അതേപോലെ എൻ്റെ ന്യൂനതകളെ ഞാൻ എന്ത് ചെയ്യുന്നു? തിരിച്ചറിയുന്നു. ഇത് എവിടെയുണ്ടോ അവനക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇബാദത്തുകൾ ചിട്ടയായി നിർവഹിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇമാം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹ് പറഞ്ഞത് കാണാം, ഒരാൾക്ക് എന്താണ് അള്ളാഹുവിലേക്ക് പ്രവേശിക്കാനുള്ള ഏറ്റവും എളുപ്പമായ ഷോർട്ട് കട്ട് അത് അവൻ മുഫ്ലിസാണെന്ന് തിരിച്ചറിയലാണ്, ഞാനൊന്നുമില്ലാത്തവനാണ്. അതേപോലെ തന്നെ അവൻ്റെ നഫ്സിന് വലിയ സ്ഥാനം അവൻ കൽപ്പിക്കാതിരിക്കലാണ്. എന്നാൽ അവനക്ക് വേഗതയിൽ എന്ത് ചെയ്യാം? അള്ളാഹുവിലേക്ക് എത്താം. അപ്പോൾ ഞാൻ പാപ്പരാണ്, ഞാൻ ചെയ്യുന്ന ഇബാദത്തുകൾ വളരെ ബലഹീനമാണ്, ധാരാളം പിഴവുകൾ എന്നിൽ സംഭവിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയുക. ഞാൻ വലിയ സ്ഥാനത്തല്ല എന്ന് ബോധം നമ്മുടെ മനസ്സിലുണ്ടാക്കിയെടുക്കുക. ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ ശിഷ്യൻ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി ഇതേ വാക്കിനെ പറയുന്നുണ്ട്. 6 കാര്യങ്ങൾ പറയുന്നുണ്ട് ഇബാദത്ത് ശരിയാകാൻ. അതിൽ പറയുന്ന 2 പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഒന്നെന്ത് ചെയ്യുക? നമ്മുടെ നിഅമത്തുകൾ, ലഭിച്ചിരിക്കുന്ന നിഅമത്തുകളെ സംബന്ധിച്ച് ബോധമുള്ളവരാവുക. നമ്മുടെ കുറവുകളെ സംബന്ധിച്ച് നമ്മൾ മുതാല ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുക? അന്വേഷിക്കുക. അങ്ങനെ നമ്മുടെ കുറവുകളെ സംബന്ധിച്ച് അന്വേഷിച്ചാൽ നമുക്ക് ലഭിക്കുന്ന നേട്ടം നമ്മൾ അള്ളാഹുവിലേക്ക് ആവശ്യക്കാരനാണ് കൂടുതൽ എന്നുള്ള ബോധം നമ്മുടെ ഹൃദയത്തിലുണ്ടാവും. ഞാൻ ദുർബലനാണ്, അതുകൊണ്ട് ഞാൻ കൂടുതൽ അള്ളാഹുവിലേക്ക് ആവശ്യക്കാരനാണ് എന്ന ചിന്ത നമ്മുടെ മനസ്സിൽ വരും. സ്വാഭാവികമായിട്ടും നമ്മൾ തൗബയിലേക്ക് അടുക്കും. നമ്മുടെ ന്യൂനതകൾ നമ്മൾ ഇടയ്ക്ക് നോക്കണം, അപ്പോഴാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് തൗബ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ 2 എന്ത് ചെയ്യും? ഉപകാരങ്ങൾ അത് മുഖേനയുണ്ട്. ഇത് നമ്മൾ എന്ത് ചെയ്യണം? ഇബാദത്തുകൾ, ഏത് ഇബാദത്ത് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നോമ്പാണെങ്കിലും, നമസ്കാരമാണെങ്കിലും, സക്കാത്താണെങ്കിലും, ഹജ്ജാണെങ്കിലും, ഉംറയാണെങ്കിലും, മറ്റുള്ള ദീനി പരിശ്രമങ്ങൾ എവിടെയാണെങ്കിലും ഈ 2 ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാവണം. എന്നാലേ നമുക്ക് ഇബാദത്ത് ചൊവ്വായിട്ട് നിർവഹിക്കാൻ സാധിക്കുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനിൻ്റെ അവസാന ദിവസങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. കാരണം അള്ളാഹു അതിന് പ്രാധാന്യം കൊടുത്തു എന്നുള്ളതാണ്. റമദാനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശ്വാസപരമായ കാര്യം, അള്ളാഹു ആദരിച്ചവകളെ ആദരിക്കണം, അള്ളാഹു ബഹുമാനിച്ചവകളെ ബഹുമാനിക്കണം. അത് വ്യക്തികളാണെങ്കിലും, കർമ്മങ്ങളാണെങ്കിലും, സമയങ്ങളാണെങ്കിലും, സ്ഥലങ്ങളാണെങ്കിലും ഒക്കെ അങ്ങനെയാണ്. അള്ളാഹു ഏതൊന്നിനെ ബഹുമാനിച്ചുവോ അതിനെ ബഹുമാനിക്കാൻ നമ്മുടെ മേൽ ബാധ്യതയാണ്. ഇത് നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമാണ്, അഖീദയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അള്ളാഹു നോമ്പിനെ ബഹുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് അസ്സൗമുലി വ അന അജ്സീബി, നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് എന്ത് ചെയ്യുക? അതിന് പ്രതിഫലം നൽകി. ഇത് അള്ളാഹു അതിന് കൊടുത്ത ബഹുമാനമാണ്, ആദരവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ബഹുമാനിക്കേണ്ടതുണ്ട്. അതിൻ്റെ ദിനരാത്രങ്ങളെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? എങ്ങനെയാണ് അതിനെ ബഹുമാനിക്കുക? ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നാമതായിട്ട് അതിൽ തിന്മ ചെയ്യാതിരിക്കുക എന്നുള്ള, ഇത് നല്ല രീതിയിൽ പരിശ്രമിക്കണം, തിന്മകൾ സംഭവിക്കാതിരിക്കുക. അള്ളാഹു ഇത്രയധികം ശ്രേഷ്ഠത നൽകിയ, അതേപോലെ തന്നെ വലിയ പ്രതിഫലങ്ങൾ നിശ്ചയിച്ചിരിക്കുന്ന ഈ ദിനരാത്രങ്ങളിൽ നമ്മളതിനെ നിസ്സാരമായി കാണുന്നതിന് തുല്യമാണ് അതിൽ പാപങ്ങൾ ചെയ്യുക എന്നുള്ളത്. അത് അതിന് കൊടുക്കേണ്ട ആദരവ് കൊടുക്കുന്നില്ല എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക എന്നുള്ളത് ഈമാനിൻ്റെ ഭാഗമാണ് എങ്കിൽ അതിൽ പാപങ്ങൾ ചെയ്യാൻ പാടില്ല. അതേപോലെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്
അതിനൊരു ഭാരമായിട്ട് കാണാൻ പാടില്ല. കാരണം അത്രയ്ക്കും ശ്രേഷ്ഠത അതിനുണ്ട്. അതിന് നമ്മളൊരു ഭാരമായി കാണുമ്പോൾ അതിൻ്റെ സ്വാഭാവികമായ അർത്ഥം എന്താണ്? ഇതൊന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതിയായിരുന്നു എന്നുള്ള ബോധം ഒരാൾക്കുണ്ടെങ്കിൽ അതിനെ നമ്മൾ നീന്നില്ല, വില മതിക്കുന്നില്ല എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കണം. അതിൽ എന്താണ് പ്രധാനപ്പെട്ടിരിക്കുന്നതാണ് ഈ അവസാനത്തെ ദിവസങ്ങൾ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ചില കാലങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്, ചില സ്ഥലങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ വലിയ പ്രതിഫലങ്ങൾ നേടാൻ വേണ്ടിയിട്ട് ചില പ്രത്യേക അമലുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നിയമമാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള സമയങ്ങളിൽപ്പെട്ടതാണെന്ത്? റമദാനിലെ അവസാനത്തെ ദിനരാത്രങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ 10 ദിവസങ്ങൾ റമദാനിൽ നിന്ന് വലിയൊരു കാന യജ്തഹിദു എന്നാണ് പറഞ്ഞത്, കഠിനമായി പരിശ്രമിക്കുമായിരുന്നു. മാലാ യജ്തഹിദു ഫീ ഗൈരിഹ, അതല്ലാത്തതുകളിൽ ദിവസങ്ങളിൽ പരിശ്രമിക്കുന്നതിനേക്കാൾ കൂടുതൽ എന്ത് ചെയ്യുമായിരുന്നു? മുസല്ലാസും പരിശ്രമിക്കുമായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യജ്തഹിദു ഫിൽ അശ്രിൽ അവാഖിർ, അവസാനത്തെ 10 ദിവസങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നല്ല രീതിയിൽ പരിശ്രമിക്കുമായിരുന്നു. മാലാ യജ്തഹിദു ഫീ ഗൈരിഹി, അതല്ലാത്തവകളിൽ പരിശ്രമിക്കുന്നതിനേക്കാൾ നബി നന്നായി പരിശ്രമിക്കുമായിരുന്നു. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. അതേപോലെ റമദാനിൻ്റെ ഈ അവസാനത്തെ 10 ദിവസങ്ങളിലേക്ക് പ്രവേശിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ത്രീകളുമായുള്ള ഭാര്യമാരുമായുള്ള ബന്ധം എന്ത് ചെയ്യും? അതിൽ നിന്നും മാറി നിൽക്കും. അതേപോലെ വഅഹ്യാ ലൈലഹു, അതിൻ്റെ രാത്രികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിപ്പിക്കുമായിരുന്നു. നമസ്കാരങ്ങളിലും ദിക്റുകളിലുമായിട്ട്. ഇതും ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ പറയുന്നുണ്ട്, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖലൽ അശ്റു, അവസാനത്തെ 10 പ്രവേശിച്ചാൽ ഷദ്ദ മിഅ്സറ, നബി തൻ്റെ അരമുണ്ട് മുറുക്കിയെടുക്കും. എന്ന് പറഞ്ഞാൽ ഭാര്യമാരുമായുള്ള ബന്ധം എന്ത് ചെയ്യും? അവസാനിപ്പിക്കും. അവസാനത്തെ 10 ദിവസങ്ങൾ ഭാര്യമാരുമായിട്ട് എന്ത് ചെയ്യില്ല? ബന്ധപ്പെടുമായിരുന്നില്ല. വഅഹ്യാ ലൈലഹു, അതിൻ്റെ രാത്രികൾ മുഴുവൻ നബി എന്ത് ചെയ്യും? ഹയാത്താക്കും. വഅയ്ഖദ അഹ്ലഹ, തൻ്റെ കുടുംബക്കാരേക്ക് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യും? വിളിച്ചുണർത്തുകയും ചെയ്യുമായിരുന്നു. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്യുമായിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹി കിട്ടുന്ന പ്രവാചകനാണ്, അമ്പിയാക്കളുടെ മുർസലീങ്ങളുടെ നേതാവാണ്, പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയധികം പരിശ്രമിക്കുകയും അതിൻ്റെ രാവുകളിൽ ഹയാത്താക്കുകയും കുടുംബത്തെ വിളിച്ച് ഉണർത്തുകയും ചെയ്യുമായിരുന്നുവെങ്കിൽ എന്തുകൊണ്ടും അതിനേക്കാൾ എത്രയോ അർഹരാണ് നമ്മളതിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. മുസ്ലിം അതിന് അത്ര പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് എന്നാണ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബങ്ങളെ വിളിച്ചുണർത്തും. അവസാന 10 ദിവസങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫ് ഇരിക്കുമായിരുന്നു. ഇഅ്തികാഫ് എന്ന് പറഞ്ഞാൽ പള്ളിയിൽ തന്നെ ഇരിക്കലാണ്. അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഅ്തകിഫുൽ അശ്റൽ അവാഖിർ, അവസാന 10 ദിവസങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫ് ഇരിക്കുമായിരുന്നു മിൻ റമദാൻ ഹത്താ തവഫഹുല്ലാഹ്, മരണം വരെ നബി അങ്ങനെയായിരുന്നു. സുമ്മ അഅ്തകഫ അസ്വാജുഹു മിൻ ബഅദിഹി, ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരും അങ്ങനെ ഇഅ്തികാഫ് ഇരിക്കലുണ്ടായി നബിയുടെ വഫാത്തിന് ശേഷം. ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. എന്താണ് ഈ 10 ദിവസത്തിൻ്റെ പ്രാധാന്യം? എന്താണ് അതിന് ഇത്ര അധികം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാധാന്യം കൊടുക്കാനുള്ള കാരണം എന്താ? അതിൽ ലൈലത്തുൽ ഖദർ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഖദറിൻ്റെ രാത്രി അതിലുണ്ട്. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഅ്തകിഫു ഫിൽ അശ്രിൽ ഔസതി മിൻ റമദാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം വേറെ ചില ഹദീസുകൾ ആദ്യത്തെ 10 ദിവസം ഇഅ്തികാഫ് എന്നതാണ്, പിന്നെ മധ്യത്തിൽ 10 ദിവസം ഇഅ്തികാഫ് ഇരിക്കലുണ്ടായി. അപ്പോൾ ശേഷം എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവസാനത്തെ 10 രാത്രികളിൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ലൈലത്തുൽ ഖദർ ഏതാണെന്ന് നിശ്ചയിക്കപ്പെട്ട രാത്രി നമുക്കറിയാമായിരുന്നു, നമുക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അത്. പക്ഷെ അതിലെന്ത് ചെയ്തു? പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവ്യക്തത ഉണ്ടാക്കി കൊടുത്തു അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന്. ചില കാരണങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇത് അവസാനത്തെ 10 ദിവസങ്ങളിൽ തേടിക്കൊള്ളാനാണ് പറഞ്ഞത്. അതിലാകാൻ സാധ്യതയുണ്ട്. അതിലും വ്യത്യസ്ത രാത്രികളെക്കുറിച്ച്
സൂചന നൽകുന്ന വ്യത്യസ്തങ്ങളായ റിവായത്തുകളുണ്ട്, സ്ഥിരപ്പെട്ട റിവായത്തുകളുണ്ട്. എങ്ങനെയാണെങ്കിലും അവസാനത്തെ 10 ദിവസങ്ങളിൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ ഒറ്റയിട്ട രാവ് ഉണ്ടെന്തോ ഉദ്ദേശിക്കുന്ന ശേഷം എന്ത് ചെയ്യും? ഇൻഷാ അല്ലാഹ് വിവരിക്കും. അപ്പോൾ ഈ ദിനരാത്രങ്ങളിൽ പരിശ്രമിക്കണം നല്ല രീതിയിൽ, ഇത് അനിവാര്യമാണ്. കാരണം ഈ രാത്രിയുടെ പ്രത്യേകത അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ പരിശുദ്ധ ഖുർആൻ ഇറക്കി എന്നുള്ളത് തന്നെയാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, അനുഗ്രഹീതമായ മുബാറക്കായ രാത്രിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത്. അത് മുബാറക്കാണ്. മുബാറക്ക് എന്ന് പറഞ്ഞാൽ അനുഗ്രഹം നൽകപ്പെട്ടത്, ബറക്കത്ത് നൽകപ്പെടും. ബറക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ധാരാളം ഖൈറുകൾക്കാണ് ബറക്കത്ത് എന്ന് പറയുന്നത്. എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ, ഇതിനാണ് ബറക്കത്ത് എന്ന് പറയുന്നത്. ലൈലത്തുൽ ഖദറിൻ്റെ രാത്രി അത് അനുഗ്രഹീതമാണ്, ബറക്കത്തുള്ളതാണ്. റമദാനിൻ്റെ എല്ലാ ദിവസങ്ങളും അങ്ങനെ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിൻ്റെ ആദ്യത്തിൽ പറയുമായിരുന്നു, അതാക്കും റമദാൻ ഷഹ്റുൻ മുബാറക്, നിങ്ങളിലേക്ക് ഇതാ റമദാനെത്തി, അത് മുബാറക്കായ മാസമാണ്, അനുഗ്രഹീതമായ മാസമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. നമ്മളെല്ലാവരും ബർക്കത്ത് തേടുന്ന ആൾക്കാരാണ്. ബർക്കത്ത് എന്ന് പറഞ്ഞാൽ ധാരാളം അനുഗ്രഹമാണ്. ഒരാൾ സന്താനങ്ങളിൽ ബർക്കത്ത് ചോദിക്കുന്നു, അള്ളാഹുവിനോട് വർധനവാണ് ചോദിക്കുന്നത്. ഇൽമിൽ ബർക്കത്ത് ചോദിക്കുന്നു, ഇൽമിൽ വർധനവുണ്ടാകാനാണ് ചോദിക്കുന്നത്. സമ്പത്തിൽ വർധനവ് ചോദിക്കുന്നു, ബർക്കത്ത് ചോദിക്കുന്നത് വർധനവാണ് ഉദ്ദേശിക്കുന്നത്. ഒരാൾക്ക് സന്താനങ്ങളുണ്ട്, ധാരാളം സന്താനങ്ങളുണ്ട്, അല്ലെങ്കിൽ സമ്പത്തുണ്ട്, ഇൽമുണ്ട്, അവിടെയും ബർക്കത്ത് ചോദിക്കാം. ബർക്കത്ത് ധാരാളമുള്ളതിൽ പ്രയോജനം ലഭിക്കണമെങ്കിലും അള്ളാഹുവിൻ്റെ അനുഗ്രഹം വേണം, ബർക്കത്ത് വേണം. ഒരാൾക്ക് മക്കളുണ്ട്, പക്ഷേ അത് ഉപകാരപ്പെടണമെങ്കിൽ എന്ത് വേണം? അനുഗ്രഹീതമായിരിക്കണം. ഈസാ അലൈഹിസ്സലാം പറഞ്ഞല്ലോ, എൻ്റെ റബ്ബ് എന്ത് ചെയ്തിട്ട് അനുഗ്രഹിച്ചിട്ടുണ്ട്, ഞാൻ എവിടെയായിരുന്നാലും. ബർക്കത്തിന് ചോദിക്കുമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില പ്രാർത്ഥനകളിൽ കാണാം, അള്ളാഹു എൻ്റെ കാഴ്ചയിൽ നീ ബർക്കത്ത് ചെയ്യണമേ, എൻ്റെ കേൾവിയിൽ ബർക്കത്ത് ചെയ്യണമേ എന്നുള്ള പ്രാർത്ഥനകൾ കാണാം, കൽബിൽ ബർക്കത്ത് ചെയ്യണമേ. അപ്പോൾ ഈ ബർക്കത്ത് അള്ളാഹുവിനോട് ചോദിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. റമദാനിൽ ബർക്കത്തുണ്ട്, ലൈലത്തുൽ ഖദറിലും ബർക്കത്തുണ്ട്. അള്ളാഹു ബർക്കത്ത് പ്രത്യേകമായി ചെയ്യുന്ന സമയങ്ങളുണ്ട്. അതേപോലെ തന്നെ ചില കർമ്മങ്ങളുണ്ട്, അതെനിക്ക് അള്ളാഹു പ്രത്യേകം ബർക്കത്ത് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒന്നാണെന്ത്? ലൈലത്തുൽ ഖദറിൻ്റെ രാത്രി. അത് അനുഗ്രഹീതമാണ്, ബർക്കത്തുടയതാണ് എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണ് റമദാൻ. അപ്പോൾ ഇത് ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയിലാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലാഹു. അപ്പോൾ ഈ രാത്രി ശ്രേഷ്ഠത നിറഞ്ഞതാണ്. അതെന്താണ് അതിൻ്റെ ശ്രേഷ്ഠത? 1000 മാസങ്ങളേക്കാൾ പുണ്യമാണത്. 1000 മാസങ്ങളേക്കാൾ പുണ്യമാണെന്നാണ്. ഒരു മനുഷ്യൻ്റെ ആയുസ്സിൽ എന്താണ് ചെയ്യുന്ന അമലുകൾ ഒരു രാത്രി കൊണ്ട് ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ, ഒരാൾ 80 വർഷത്തോളം ചെയ്യുന്ന അമലുകൾ, അതിൻ്റെ ശ്രേഷ്ഠതയുണ്ടെന്തിന്? ഒരു രാത്രിയിൽ ഒരാൾ അതിനെ ചിട്ടയായി നിർവഹിക്കാൻ സാധിച്ചാൽ, ഇഖ്ലാസോടെ ചെയ്യുന്ന അമല് ഇഖ്ലാസോടെ ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ്. ചെയ്യുന്നത് എത്രയും കുറഞ്ഞതാകട്ടെ, പക്ഷെ നല്ല നിയ്യത്തോടെ, നല്ല ഉദ്ദേശത്തോടെ, ഒരു രീതിയിലുമുള്ള കളങ്കമില്ലാതെ സുന്നത്തിനോട് യോജിക്കുന്ന നിലയിൽ ആ രാത്രി നമുക്ക് ഇബാദത്ത് ചെയ്യാൻ സാധിക്കണം. അത് ഒരു 2 റക്അത്താണെങ്കിൽ പോലും അത് അള്ളാഹു സ്വീകരിച്ചാലെന്ന് മതി. ഒരുപാട് ചെയ്തിട്ടില്ല എങ്കിലും 2 റക്അത്തെങ്കിലും ആണെങ്കിലും, അല്ലെങ്കിൽ വളരെ കുറഞ്ഞ സംഖ്യയാണെങ്കിലും സ്വതക്കകൾ കൊടുക്കുക. ആ രാത്രികളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അമലുകളെല്ലാം ചെയ്യുക. അത് ചുരുങ്ങിയതാണെങ്കിൽ ഇഖ്ലാസ് അതിലെന്താണ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിനനുസൃതമായിട്ടായിരിക്കണം. ഇങ്ങനെ ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മലായിക്കത്ത് ഇറങ്ങി വരും. അതേപോലെ അള്ളാഹു സുരക്ഷിതത്വം നൽകുന്ന രാത്രിയാണത്. ഇതെല്ലാം പരിശുദ്ധ ഖുർആൻ കൊണ്ട് തന്നെ പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ആരെങ്കിലും ഈമാനോടുകൂടെ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് വേണ്ടി ഇഖ്ലാസോടുകൂടെ എന്ത് ചെയ്താൽ ലൈലത്തുൽ ഖദ്റിൻ്റെ രാത്രിയിൽ നമസ്കരിച്ചാൽ എന്നാണ്. അള്ളാഹുവിന് വേണ്ടിയിട്ടായിരിക്കണം. അതേപോലെ ഇഹ്തിസാബ് വേണം. ഇതും പ്രധാനപ്പെട്ട വിഷയമാണ്. ഇഹ്തിസാബ് എന്ന് പറഞ്ഞാൽ പ്രതിഫലം ആഗ്രഹിക്കലാണ്. ചെയ്യുന്ന ഏത് അമലുകൾക്കും പ്രതിഫലം കാക്ഷിക്കണം അള്ളാഹുവിൽ നിന്ന്. കാരണം അമലുകൾ അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നത് പ്രതിഫലങ്ങൾക്കുള്ള സബബായിക്കൊണ്ട് തന്നെയാണ്. അമലുകൾ ചെയ്തു എന്നുള്ളത് കൊണ്ട് മാത്രം സ്വർഗം കിട്ടണമെന്നില്ല. പക്ഷെ അതൊരു കാരണമാണെന്നാണ് അഹ്ലുസുന്ന പഠിപ്പിക്കുന്നത്. ചില ആളുകൾ എന്തു ചെയ്യും, കർമ്മങ്ങളെ തീരെ പരിഗണിക്കൂല. അള്ളാഹുവിൻ്റെ റഹ്മത്തുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യൂ, സ്വർഗത്തിൽ പ്രവേശിക്കൂ. ശരിയാണ്, റഹ്മത്ത് വേണം. പക്ഷേ ആ റഹ്മത്ത് ലഭിക്കാനുള്ള ഒരു സബബാണെന്ത്, അള്ളാഹു അമലുകൾ നിശ്ചയിച്ചിരിക്കുന്നത്. അത് നമ്മൾ തേടണം. ചില ആളുകൾ പറയും, പ്രത്യേകിച്ച് ഈ സൂഫി ചിന്താധാരയിലുള്ള വ്യത്യസ്ത കക്ഷികളുടെ ഒരു രീതിയാണ്. അവർ പറയും, എന്താണ്, ഞങ്ങൾ നമസ്കരിക്കുന്നത് എന്തിനല്ല, സ്വർഗത്തിനല്ല, അല്ലെങ്കിൽ നരകത്തെ പേടിച്ചിട്ടൊന്നുമല്ല ഞങ്ങൾ ഇബാദത്ത് ചെയ്യണത്, ഞങ്ങൾക്ക് അള്ളാഹുവിനോടുള്ള സ്നേഹം മാത്രമേ ഉള്ളൂ എന്നവർ പറയും. ഞങ്ങൾക്ക് അള്ളാഹുവിനോടുള്ള സ്നേഹം മാത്രം കൊണ്ടാണ് ഞങ്ങൾ ചെയ്യണത്, അല്ലാതെ ഞങ്ങൾ പേടി കൊണ്ടോ അല്ലെങ്കിൽ സ്വർഗം കിട്ടാനൊന്നുമല്ല എന്ന് പറയുന്ന ത്വരീക്കത്തുകാരെ നമുക്ക് കാണാൻ പറ്റും, ധാരാളമുണ്ട്. ചില ഇപ്പോൾ വൈറലായ ഒരു പാട്ടുകാരനുണ്ടല്ലോ നമ്മുടെ നാടുകളിൽ, പലപ്പോഴും പല ആളുകളും തൗഹീദും സുന്നത്തൊക്കെ മനസ്സിലാക്കിയിരിക്കുന്ന ആളുകളുടെ നാവിൽ വരെയും ഇദ്ദേഹത്തിൻ്റെ വളരെ അധികം പിഴച്ചിരിക്കുന്ന ഒരു വിഭാഗമാണ് ഈ സൂഫി ചിന്താധാരയിലുള്ള ആൾക്കാർ. കോഴിക്കോട് ഒരു മനുഷ്യനുണ്ട്, അദ്ദേഹം വ്യത്യസ്തങ്ങളായ പാട്ടുകൾ എഴുതുന്നുണ്ട്. നോമ്പ് പാട്ട്, ഹജ്ജ് പാട്ട്, അതുപോലെ ഭ്രാന്തായാൽ എന്ത് സുഖം എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ഭംഗിയായിട്ട് തോന്നും കേട്ടാൽ. പക്ഷേ ഇതിൻ്റെ ഉള്ളിലെല്ലാം കുത്തി നിറച്ചിരിക്കുന്നത് ഇതുപോലുള്ള പിഴച്ച ആദർശമാണ്. ഇത് പല ആളുകളും എന്തു ചെയ്യും, ഇത് കേട്ടിട്ട് ഷെയർ ചെയ്യും. ഈ റമദാനിൻ്റെ പ്രധാനപ്പെട്ട രാത്രികളിൽ വരെയും ഇദ്ദേഹത്തിൻ്റെ ഈ പിഴച്ച ആശയമാണ് ആളുകൾ എന്ത് ചെയ്യണത്, ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് മ്യൂസിക്കൊക്കെ ഉണ്ടാവും ചിലപ്പോൾ അതിനകത്ത്. ഇതൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഷൈത്താൻ നല്ല രീതിയിൽ ഇടപെടുന്നതാണത്. അപ്പോൾ അവരുടെ രീതി എന്ന് പറഞ്ഞാൽ പ്രതിഫലം കാക്ഷിക്കേണ്ടതില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗം ചോദിക്കുമായിരുന്നു, നരകത്തിൽ രക്ഷ ചോദിക്കുമായിരുന്നു അള്ളാഹുവിനോട്. സ്വർഗത്തിലേക്ക് ഒന്നാമതായിട്ട് പ്രവേശിക്കുന്നത് ആരാ? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരം അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കും, നരകത്തിൽ രക്ഷ ചോദിക്കും. എന്നിട്ട് ഇവർ പറയണത്, ഞങ്ങൾക്ക് നരകത്തെ പേടിയില്ല, ഞങ്ങൾക്ക് സ്വർഗം കിട്ടണമെന്നുള്ള ആശയമില്ല, ഞങ്ങൾക്ക് എന്താണ്, ഞങ്ങൾക്ക് അള്ളാഹുവിനോടുള്ള സ്നേഹം മാത്രമേ ഉള്ളൂ എന്നാണ്. ഈ അള്ളാഹ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഇവരെ കുറച്ച് മൂത്തെത്തുമ്പോൾ അവർ പറഞ്ഞെന്താണ്, ഞാൻ തന്നെയാണ് അള്ളാഹ് എന്നുള്ളതാണ്. ലോകത്തുള്ള മുഴുവൻ അള്ളയാണ്, സൃഷ്ടാവും സൃഷ്ടിയില്ല എന്നുള്ളതിലേക്കാണ് അതിൻ്റെ ഒടുവിലെത്തുന്നത്. അപ്പോൾ ഇത് പ്രധാനപ്പെട്ടൊരു കാര്യം, നോമ്പിൽ നമ്മൾ മനസ്സിലാക്കേണ്ട അഖദിയായ വിശ്വാസപരമായ ഒരു കാര്യമാണിത്. ചെയ്യുന്ന അമലിന് എന്ത് ചെയ്യണം, പുണ്യം പ്രതീക്ഷിക്കണം. മൻ സ്വാമ റമദാന ഈമാനൻ വഹ്തിസാബ, മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബ, മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബ. ലൈലത്തുൽ ഖദ്റിൻ്റെ രാത്രിയിൽ ആരെങ്കിലും ഈമാനോടെ പ്രതിഫലേച്ഛയോടെ ആരെങ്കിലും എന്ത് ചെയ്താൽ, നമസ്കരിച്ചാൽ, സ്വലം എടുത്തു പറഞ്ഞ കാര്യമാണ്. ധാരാളം പ്രതിഫലങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, പറയപ്പെട്ടിട്ടുണ്ട്. അതിലൊന്നാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത്, എന്താണ്, ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. അവൻ്റെ മുൻ കഴിഞ്ഞിരിക്കുന്ന പാപങ്ങളെല്ലാം നീയപ്പെട്ടിരിക്കുന്നു, പൊറുക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. പൊറുക്കപ്പെട്ടിരിക്കുന്നു അത് മുഖേന. പക്ഷെ അവിടെ ഒരു നിബന്ധനയുണ്ട്, എന്താണ്, വലിയ പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കേണ്ടതുണ്ട്. വലിയ പാപങ്ങൾ ചെയ്യുന്നവനായിട്ടാണ് ഒരാൾ ജീവിക്കുന്നത് എങ്കിൽ ഇതുപോലുള്ള കർമ്മങ്ങൾ അവൻ്റെ ചെറുപാപങ്ങളെ പൊറുപ്പിക്കുകയില്ല. വലിയ പാപങ്ങൾ ആണ് ഒരാൾ മാതാപിതാക്കളെ ചീത്ത പറയുന്നു, മാതാപിതാക്കളോട് അനുസരണക്കേട് കാണിക്കുന്നു, വലിയ പാപ, ചെറിയ പാപമല്ല. അയൽവാസികൾ ഉപദ്രവിക്കുന്നു, സാമ്പത്തികമായിട്ട് ഒരാൾ ചതിവ് കാണിക്കുന്നു, മറ്റൊരാൾ ആക്രമിക്കലാണത്. അക്രമം വലിയ പാപമാണ്. ഒരാൾ എന്ത് ചെയ്യുന്നു, സ്വന്തം നഫ്സിനെ മാത്രം ബാധിക്കുന്നൊരു പാപം ചെയ്യുന്നു. അതേപോലെയല്ല വേറൊരാളെ ബാധിക്കുന്നൊരു പാപം ചെയ്താൽ അത് വലിയ ഗുരുതരമായ പ്രശ്നമാണ്. അതുകൊണ്ട് വൻ പാപങ്ങളിൽ നിന്ന് എന്ത് ചെയ്യണം,
മാറി നിൽക്കണം. ചിലപ്പോൾ ധാരാളം നമസ്കരിക്കും, നോമ്പെടുക്കും, രാത്രി നമസ്കരിക്കും, സക്കാത്ത് കൊടുക്കും, സ്വതക്ക കൊടുക്കും. പക്ഷേ മാതാപിതാക്കൾക്ക് ഇവനോട് ദേഷ്യമാണ്. അതൊരു പ്രശ്നമാണ്. അള്ളാഹുവിൻ്റെ തൃപ്തി കരകതാക്കാൻ സാധിക്കില്ല. മാതാപിതാക്കൾ ഇവനുമായിട്ട് പണങ്ങിയാണ് നിൽക്കുന്നത്. മാതാപിതാക്കൾ ചിലപ്പോൾ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. ചിലപ്പോൾ അവരുടെ കാലവും അവരുടെ പരിചയങ്ങളും വച്ചിട്ടായിരിക്കും നമ്മൾ പറയണത്. ചിലപ്പോൾ അതിൽ ഉൾക്കൊള്ളാനുള്ളത് ഉണ്ടാകും, ചിലപ്പോൾ ഉൾക്കൊള്ളാനില്ലാത്തതായിരിക്കും. ഉൾക്കൊള്ളാനില്ലാത്ത കാര്യങ്ങളാണെങ്കിലും തിന്മയാണെങ്കിലല്ല കേട്ടോ പറഞ്ഞത്, തിന്മയാണെങ്കിൽ അതിന് തീരെ അനുസരിക്കേണ്ടതില്ല. പക്ഷെ അവർ പറയുന്ന വാക്കുകൾക്ക് നമ്മൾ ചെവി കൊടുക്കണം, അവരെ സംതൃപ്തിപ്പെടുത്തണം, അവർക്ക് മയമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അവരുടെ വാക്കുകൾ നമ്മൾ കേൾക്കാൻ സന്നദ്ധരാണെന്നുള്ള ബോധം അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. അത് തന്നെ അവർക്ക് വലിയ സന്തോഷമായിരിക്കും. അവർ പറയുന്ന വാക്കുകൾ കേൾക്കാൻ ഞാൻ സന്നദ്ധനാണ്. അങ്ങനെ അവർ പറയുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുക, അതിന് തിരുത്തേണ്ട രീതിയിൽ പറഞ്ഞു കൊടുക്കുക. എന്നാൽ എന്തു ചെയ്യും, അവർക്ക് സന്തോഷം ഉണ്ടാവും. എന്നിട്ട് അവരെ സന്തോഷിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. നമ്മൾ ധാരാളം എന്ത് ചെയ്യുന്നുണ്ട്, ഇബാദാത്തുകൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ദഅവത്ത് ചെയ്യുന്നുണ്ട്, ദീനി പരിശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന രീതിയിലാണ് മാതാപിതാക്കളുമായുള്ള എന്തെങ്കിലും പ്രശ്നമാണ്. കാഫിറാണെങ്കിൽ പോലും എന്ത് ചെയ്യണമെന്നാണ് അള്ളാഹു പറഞ്ഞത്? അവരോട് നന്മയിൽ വർത്തിക്കണം. അത് നമ്മുടെ മേൽ നിർബന്ധമായ കാര്യമാണ്. അവർ തിന്മയാണ് നമ്മളോട് കൽപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യേണ്ടതില്ല, നമ്മൾ സ്വീകരിക്കേണ്ടതില്ല. പക്ഷെ പലപ്പോഴും അവർ തിന്മ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവരോട് കൂടെ കൂടും. നന്മ പറഞ്ഞാൽ എന്ത് ചെയ്യില്ല, കൂടെ കൂടാത്ത അവസ്ഥ. ഇത് വലിയ ഗുരുതരമായ വിഷയമാണ്. അപ്പോൾ റമദാനിൽ ചെയ്യുന്ന, റമദാൻ തന്നെ അങ്ങനെയാണ്, മുക്കഫിറാത്തുൻ മാ ബൈനഹുന്ന എന്നാണ് പറഞ്ഞത്. 2 റമദാൻ അവകൾക്കിടയിലുള്ള ചെറുപാപങ്ങളെ പൊറുപ്പിക്കുകയുള്ളൂ. വലിയ പാപം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല, അതിന് വേറെ തൗബ ചെയ്യണം. അതേപോലെ തന്നെ വലിയ പാപം ചെയ്യുന്നവരാണെങ്കിൽ ഈ പറയുന്ന നേട്ടം നമുക്ക് കിട്ടൂല. ലൈലത്തുൽ ഖദ്റിൽ ഈ നേട്ടമുണ്ട്, പക്ഷേ നമുക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, വലിയ പാപങ്ങളിൽ നിന്ന് മാറി നിന്നിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതിൽ നിന്ന് എത്രയും വേഗം, അത് നമ്മളെന്ത് ചെയ്യേണ്ടതില്ല, ഒരു മോശം വിചാരിക്കേണ്ടതില്ല. മരണം ഏത് സമയത്തും ഉണ്ട്, അതിന് പ്രായമില്ല, അതിന് പ്രത്യേകിച്ച് സമയങ്ങളില്ല. ഏത് സമയത്തും മരണം വരാം. അതിനു മുമ്പായിട്ട് ആഖിറത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ തൃപ്തി ലക്ഷ്യം വെച്ചുകൊണ്ട് നമുക്ക് കുറച്ച് താന്നു കൊടുക്കേണ്ടി വന്നാലും വൻപാപങ്ങൾ എന്നിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ എന്ത് ചെയ്യുക, പെട്ടെന്ന് വിടുതൽ നേടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് മുഖേന അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടും എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. തഹറൗ ലൈലത്തുൽ ഖദ്രി ഫിൽ അശ്രിൽ അവാഖിരി മിൻ റമദാൻ. റമദാനിൻ്റെ അവസാനത്തെ 10 ദിവസങ്ങളിൽ നിങ്ങൾ ലൈലത്തുൽ ഖദ്റിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചു കൊള്ളുക, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തുകൊള്ളുക, തേടിക്കൊള്ളുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ പറയപ്പെടുന്ന അമലുകൾ, വ്യത്യസ്തങ്ങളായ അമലുകൾ എന്തുണ്ട്, സല്ലല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട്. ലൈലത്തുൽ ഖദ്റിൽ അല്ലെങ്കിൽ അവസാനത്തെ 10 ദിവസങ്ങളിൽ ചെയ്യേണ്ട കർമ്മങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണത്? ഇതിൽ ഒന്നാമതായിട്ട് നമ്മൾ പറഞ്ഞു, ഒറ്റ രാത്രികളിൽ പ്രവേശിക്കാം, അതിന് പ്രതീക്ഷിക്കാം. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസ് തന്നെയാണത്. തഹറൗ ലൈലത്തുൽ ഖദ്രി ഫിൽ വിത്രി മിനൽ അശ്രിൽ അവാഖിർ. അവസാനത്തെ 10 എന്താണ്, വിത്റുകളിൽ, ഒറ്റയായ രാത്രികളിൽ നിങ്ങളതിനെ പ്രതീക്ഷിച്ചോ, അതിൽ നിങ്ങൾ തേടിക്കോ. ഇതിന് സൽസം പറയേണ്ടതുണ്ട്. എന്താണ് ഒറ്റയായ രാത്രി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹ് പറഞ്ഞു, ലാക്കിൻ അൽ വിത്ര യകൂനു ബിഇഅ്തിബാരിൽ മാദി. ചിലപ്പോൾ ഒറ്റയെ പരിഗണിക്കുന്നത് കഴിഞ്ഞു പോയതിനെ പരിഗണിച്ചിട്ടായിരിക്കും. അപ്പോൾ ഫതുത്ലബു ലൈലത്തു 21. അങ്ങനെയാണെങ്കിൽ ഒറ്റയെ പ്രതീക്ഷിക്കേണ്ടത്, തേടപ്പെടേണ്ടത് 21 രാത്രിയെയാണ്. കഴിഞ്ഞു പോയ ദിവസങ്ങളെ പരിഗണിച്ചിട്ടാണെങ്കിൽ എന്ത് ചെയ്യുന്നു, 1 രാത്രി, 3 രാത്രി, ഇങ്ങനെ എണ്ണി വരുമ്പോൾ 21 രാത്രി. അതുപോലെ വലയിലത്ത 23 23 രാത്രി, 25 രാത്രി, 27 രാത്രി, 29 രാത്രി. കഴിഞ്ഞു പോയ ദിവസങ്ങളെയാണ് പരിഗണിക്കുന്നത് എങ്കിൽ ഏതെല്ലാം ഒറ്റയായ രാത്രി വരിക? ഈ പറഞ്ഞവകളാണ് 21, 23, 25, 27, 29. എന്നാൽ വയക്കൂനു ബിഅ്തിബാരി മാ ബഖിയ,
ഒറ്റയായി പരിഗണിക്കുന്നത് അവശേഷിക്കുന്ന ദിവസങ്ങളെ പരിഗണിച്ചിട്ട് എന്ത് ചെയ്യും? ഒറ്റയെ എടുക്കും. ചില സ്വഹാബികൾ അങ്ങനെ ആണ് അതിൻ്റെ മാന എന്ന് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ചില ഹദീസുകൾ വെച്ചിട്ട് ഉദാഹരണം പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൽതമിസൂഹ, നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ തേടിക്കൊള്ളുക, ഫീ താസിഅത്തിൻ തബഖാ ലിസാബിഅ, ഫീ താസിഅത്തിൻ തബഖാ, 9 രാത്രികൾ അല്ലെങ്കിൽ ദിവസങ്ങൾ അവശേഷിക്കുമ്പോൾ എന്ന് പറഞ്ഞു. അതുപോലെ ലിസാബിഅത്തിൻ തബഖാ, 7 ദിവസങ്ങൾ അവശേഷിക്കുമ്പോൾ, അതേപോലെ 5 ദിവസങ്ങൾ അവശേഷിക്കുമ്പോൾ, 3 ദിവസങ്ങൾ അവശേഷിക്കുമ്പോൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ അവശേഷിക്കുന്ന ദിനങ്ങളാണ് എന്ത് ചെയ്തിരിക്കുന്നത്? അവിടെ പറഞ്ഞിരിക്കുന്നത്. ഫഅല ഹാദ, ഈ രീതിയെ അവലംബിച്ചാൽ, ഇദാ കാന ശഹ്റു 30, റമദാൻ 30 ദിവസമാണ് എങ്കിൽ, 30 ദിവസമാണ് എങ്കിൽ, യകൂനു ദാലിക ഫീ ലയാലി അൽ അഷ്ഫാ, അങ്ങനെയാണെങ്കിൽ ഈ വിത്ർ വരുന്നത് എവിടെയായിരിക്കും? ഇരട്ടകളിലായിരിക്കും വരേണ്ടത്. ഇരട്ട ആയിട്ടുള്ള തുടക്കത്തിൽ നിന്ന് എണ്ണുമ്പോൾ ഇരട്ടകളിലായിരിക്കും വരേണ്ടത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 22-ൻ്റെ രാത്രി, അതേപോലെ തന്നെ 24-ൻ്റെ രാത്രി. 22-ൻ്റെ രാത്രി എന്നുള്ളത് 9 ദിവസം പിന്നീട് അവശേഷിക്കുന്നുണ്ട് എന്ന് വരും. അതുപോലെ 24-ൻ്റെ രാത്രി 7 ദിവസം പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്? അവശേഷിക്കുന്നുണ്ട്. 7 ദിവസം അവശേഷിക്കുന്ന രാത്രി എന്ന് പറഞ്ഞാൽ എവിടെയാണ്? 24-ൻ്റെ രാത്രി ആയിരിക്കും അത്. അപ്പോൾ ഇരട്ടയായി മാറി ഇപ്രകാരമായി. 30 ദിവസമാണ് എന്തെന്നുള്ള റമദാൻ. 30 ദിവസം ഉണ്ടെങ്കിൽ ഈ 29 ദിവസമേ ഉള്ളൂ റമദാൻ. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? ഈ 7 ദിവസം 9 ദിവസം അവശേഷിക്കുന്നത് 21 രാവ് തന്നെയായിരിക്കും. ശരിയല്ലേ? പകലിന് മുമ്പുള്ള രാത്രിയാണ്. അപ്പോൾ 30 ദിവസമാണ് റമദാൻ ഉണ്ടോ നമുക്ക് ഇപ്പം തിരിച്ചറിയാൻ സാധിക്കുമോ? തിരിച്ചറിയാൻ സാധിക്കില്ല. 29 നിലാവ് കണ്ടാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? 29 ആണെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ഏതായിരിക്കാം? അത് 22-ൻ്റെ രാത്രി ആയിരിക്കാം, ചിലപ്പോൾ 24-ൻ്റെ രാത്രി ആയിരിക്കാം. ശേഷമുള്ള ദിവസങ്ങളെ പരിഗണിച്ചിട്ടാണ് എങ്കിൽ, കാരണം ഇവിടെ ഈ ഹദീസ് പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, 9 ദിവസങ്ങൾ അവശേഷിക്കുമ്പോൾ എന്ത് ചെയ്തോ, അതിനെ പ്രതീക്ഷിച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് 22-ൻ്റെ രാത്രിയാണ്, അല്ലെങ്കിൽ 24-ൻ്റെ രാത്രിയാണ്, 26-ൻ്റെ രാത്രി ആയിട്ട് വരും. അപ്പോൾ ഈ രീതിയിൽ വിത്ർ എന്നുള്ളത് 2 രീതിയിൽ പരിഗണിക്കാം. എന്നിട്ട് ഷെയ്ഖുൽ ഇസ്ലാം പറയുകയാണ്, ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹ് പറയുകയാണ്, വഹാകദാ ഫസ്സറഹു അബൂ സഈദ് അൽ ഖുദരി ഫിൽ ഹദീസ് സ്വഹീഹ്, ഈ സ്വഹീഹായ ഹദീസിനെ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു എങ്ങനെയാണ്? ഇപ്രകാരമാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. സഹാബികൾ എന്ത് ചെയ്തിട്ടുണ്ട്? വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അപ്പോൾ സുരക്ഷിതമായ രീതി ഈ 10 ദിവസങ്ങൾ 10 രാത്രികൾ എന്ത് ചെയ്യുക, അതിനു വേണ്ടിയിട്ട് പ്രതീക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് ഒരാൾക്ക് സുരക്ഷിതമായ വളരെ എണ്ണപ്പെട്ട മഅദൂദായ ദിവസങ്ങളാണിത്. ധാരാളം ഒരു മാസമൊന്നും പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഒരു വർഷമൊന്നും പറഞ്ഞിട്ടില്ല. ഈ 10 രാത്രികൾ എന്ത് ചെയ്താൽ മതി? ഒരാൾ ചിട്ടയോടെ നിർവഹിച്ചാൽ മതി, ഇബാദാത്തുകൾ നിർവഹിച്ചാൽ മതി. ഇനി എങ്ങനെയാണ് ഇതിനെ ജീവിപ്പിക്കുക? എങ്ങനെയാണ് ഇതിനെ നമുക്ക് ഉപകാരപ്പെടുത്താൻ സാധിക്കുക? അതിൻ്റെ രാത്രികളിൽ നമസ്കരിക്കുക, ദിക്റുകൾ, പ്രാർത്ഥനകൾ, ഖുർആൻ പാരായണം, ഇങ്ങനെ ചെയ്യുക എന്നുള്ളതാണ്. കാനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖലൽ അശ്റു, നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസാണ്, അവസാനത്തെ 10 പ്രവേശിച്ചാൽ എന്ത് ചെയ്യുമായിരുന്നു? ഭാര്യമാരുമായുള്ള ബന്ധം അവിടെ അവസാനിപ്പിക്കും. എന്നാലും ഇഅ്തികാഫിൻ്റെ വേളകളിൽ ഭാര്യമാരടുത്ത് സംസാരിക്കാൻ വരലുണ്ട്. അപ്പം നബി എന്ത് ചെയ്യും? അവരുമായി സംസാരിക്കും, അവരെ വീട്ടിൽ കൊണ്ടുപോയി വിടും, അതൊക്കെ ചെയ്യലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തല തണുപ്പിക്കാൻ വേണ്ടിയിട്ട് തല പുറത്തേക്ക് ഇട്ട് കൊടുക്കും. ആയിഷ ബീവി എന്ത് ചെയ്യും? തല കഴുകി കൊടുക്കും. പള്ളിയിലാണ് കൂടുതൽ നേരം എന്ത് ചെയ്തിരുന്നത്? ചിലവഴിച്ചിരുന്നത്. ഇഅ്തികാഫിലായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇതിലേറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അൽ ഖിയാമു മഅൽ ഇമാം, ഇമാമിനോട് കൂടി രാത്രി നമസ്കരിക്കുക എന്നുള്ളതാണ്. രാത്രി നമസ്കാരം ഒറ്റയ്ക്ക് നിർവഹിക്കൽ അനുവദനീയമാണ് റമദാനിലാണെങ്കിലും. പക്ഷേ ശ്രേഷ്ഠത എന്തിനാണ്? ജമാഅത്തായിട്ട് ഇമാമിനോട് കൂടെ നമസ്കരിക്കുന്നതാണ്. അതാണ് ശ്രേഷ്ഠത. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 രാത്രികൾ ജമാഅത്തായിട്ട് നമസ്കരിച്ചിട്ടുണ്ട്.
ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജമാഅത്ത് ഒഴിവാക്കി. അതിന് കാരണം ഉണ്ടായിരുന്നു. എന്താണ്? നിർബന്ധമാക്കപ്പെടുമോ എന്നുള്ള പേടി കൊണ്ടാണ്. എന്നാൽ ആ കാരണം ഇല്ലാതെയായി. ആ കാരണം ഇല്ലാതെയായപ്പോൾ എന്ത് ചെയ്തു? സ്വഹാബികൾ ജമാഅത്തായിട്ട് നമസ്കരിച്ചു. അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിലും ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്തിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ജമാഅത്തായിട്ട് തന്നെ നമസ്കരിച്ചിരുന്നത്. ഉമർ റളിയല്ലാഹു നോക്കുമ്പോൾ ജനങ്ങൾ എന്ത് ചെയ്യുന്നു? വ്യത്യസ്ത ജമാഅത്തുകൾ നടത്തുന്നു. ഒരു ഭാഗം ഒരു സ്ഥലത്ത് ജമാഅത്ത് നടത്തുന്നു, വേറെ. ഇത് കണ്ടപ്പോൾ ഉമർ റളിയല്ലാഹു എന്താണ് ചെയ്തത്? അതിനെ ഏകോപിപ്പിക്കുകയാണ് ചെയ്തത്. എല്ലാവരെയും കൂട്ടിയിട്ട് എന്ത് ചെയ്തു? ഒറ്റ ജമാഅത്താക്കി. ഇതാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു ചെയ്തത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 3 ദിവസം അങ്ങനെ കാണിച്ചു തന്നിട്ടുണ്ട്. ശേഷം സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കാലത്തും ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്തൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ജമാഅത്തായിട്ട് നിർവഹിച്ചിട്ടുണ്ട്. അങ്ങനെ വ്യത്യസ്ത ജമാഅത്തുകളെ ഉമർ റളിയല്ലാഹു എന്താക്കി? ഒറ്റ ജമാഅത്താക്കി. അപ്പോൾ അത് എന്താണ്? ശ്രേഷ്ഠതയുള്ള കാര്യം തന്നെയാണ്. സലഫുകൾ ഒന്നടങ്കം ആ രീതിയിലാണ് അതിനെന്ത് ചെയ്തിരുന്നത്? നിർവഹിച്ചിരുന്നത്. അത് പ്രധാനപ്പെട്ട സുന്നത്താണ്. അതുകൊണ്ട് ഇമാമിനോട് കൂടെ നിർവഹിക്കാൻ ശ്രമിക്കുക. കാരണം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന റജുലു ഇദാ സ്വല്ലാ മഅൽ ഇമാം, ഒരു മനുഷ്യൻ ഇമാമിനോട് കൂടെ നമസ്കരിച്ചു, ഒറ്റക്കല്ല, ജമാഅത്തായിട്ട് നമസ്കരിച്ചാൽ ഹത്താ യൻസരിഫ, ഇമാമ് പിരിയുന്നത് വരെ, ഇമാം എത്രയാണോ നമസ്കരിക്കുക അത്ര വരെ, എന്നാൽ കുത്തിബ ലഹു ഖിയാമു ലൈല, ആ രാത്രി മുഴുവൻ നമസ്കരിച്ചതിൻ്റെ പ്രതിഫലം അവനെ രേഖപ്പെടുത്തും. അപ്പോൾ ഇമാമിനോട് കൂടെ ഒരാൾ എന്ത് ചെയ്തു? നിസ്കരിക്കുന്നു. ഇമാം നമസ്കരിച്ചത് വരെ നിസ്കരിച്ചു. എന്നാൽ ആ രാത്രി മുഴുവൻ നമസ്കാരത്തിൽ ഹയാത്താക്കിയതിന് പ്രതിഫലം കിട്ടി. ഒന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. ഇമാമിനോട് കൂടെ എന്ത് ചെയ്യുക? രാത്രി നമസ്കാരം നിർവഹിക്കുക. ചില ആളുകൾ ഒരു രീതിയുണ്ട്, റമദാനിൽ നമ്മളത് കണ്ടുവരുന്നതാണ്. ഈ രാത്രി നമസ്കാരത്തിന് വലിയ പ്രാധാന്യം കൊടുക്കും, പക്ഷെ എന്ത് ചെയ്യൂല? ഫർള് നമസ്കാരങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കൂല. ഇത് വലിയ അപകടമാണ്. ഫർള് നമസ്കാരമാണ് ശ്രേഷ്ഠമായത് ഏറ്റവും കൂടുതൽ. അതിൻ്റെ അത്ര വരൂല സുന്നത്ത് എത്ര റക്അത്ത് നമസ്കരിച്ചാലും. ഫർളിനാണ് പ്രതിഫലം അധികം. അത് ഫർള് ഐനാണെങ്കിലും ഫർള് കിഫായ ആണെങ്കിലും ഫർളുകൾ കഴിഞ്ഞിട്ടാണെന്നുള്ളൂ സുന്നത്തുള്ളൂ. സുബ്ഹ് നമസ്കരിക്കാൻ ചിലപ്പോൾ ജമാഅത്ത് വളരെ തുലോം എണ്ണമായിരിക്കും. തറാവീഹിൽ നിന്നുണ്ടാവും, ധാരാളം സഫ് ഉണ്ടാവും. അല്ലെങ്കിൽ ഇഷായിൻ്റെ സഫുകൾ കുറവായിരിക്കും. തറാവീഹ് ആകുമ്പോഴത്തേക്കും എന്ത് ചെയ്യും? ആളുകൾ പള്ളിയിൽ നിറയും. ഇത് സുന്നത്തിനെ മനസ്സിലാക്കിയിരിക്കുന്ന ആളുകൾ നാട്ടിൽ സംഭവിക്കാൻ പാടില്ല. ഫർള് ജമാഅത്തുകൾക്കായിരിക്കണം എന്തുണ്ടാവുക? അധികം ആളുകൾ ഉണ്ടാകേണ്ടത്. അതിനായിരിക്കും കൂടുതൽ ജാഗ്രത കൊടുക്കേണ്ടതിനാണ്. അപ്പോൾ ഫർളായ കാര്യങ്ങൾ ചിട്ടയോടെ നിർവഹിക്കാൻ ഈ രാത്രികൾ ശ്രദ്ധിക്കുക. രാത്രി മഗ്‌രിബ് നമസ്കാരമുണ്ട്, അതുപോലെ ഇശാ ഉണ്ട്, സുബ്ഹ് ഉണ്ട്. പലപ്പോഴും ധാരാളം ആളുകളുടെ മഗ്‌രിബ് ജമാഅത്ത് നഷ്ടപ്പെട്ടു പോകലുണ്ട്. പൊതുവെ ഇത് പാടില്ല. ഇശാവും പലപ്പോൾ നഷ്ടപ്പെട്ടു പോകും. ഒരുങ്ങാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? കുറേ സമയം കളയും, പല പല ശുഗലിൽ ഏർപ്പെടും. ചിലപ്പോൾ സുബ്ഹ് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് ചില ആളുകൾ. ഇത് പാടില്ല. ഫർളാണ് ഏറ്റവും പ്രാധാന്യം. ഈ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന ഒരാൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട 2 കാര്യമാണ്. ഇശാ ജമാഅത്തും സുബ്ഹ് ജമാഅത്തും നഷ്ടപ്പെടുത്താനേ പാടില്ല. കാരണം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സ്വല്ലൽ ഇശാ ഫി ജമാഅ, ഒരാൾ ഇശാഇനെ ജമാഅത്തായി നമസ്കരിച്ചാൽ ഫകഅന്നമാ ഖാമ നിസ്ഫൽ ലൈൽ, അവൻ രാത്രിയുടെ പകുതി നേരം നമസ്കരിച്ചതിന് തുല്യമാണ്. അതേപോലെയാണ് വമൻ സ്വല്ല സുബ്ഹ ഫി ജമാഅ, സുബ്ഹും ഒരാൾ ജമാഅത്തായി നമസ്കരിച്ചു, എന്നാൽ ഫകഅന്നമാ സ്വല്ലൽ ലൈല കുല്ല, രാത്രി മുഴുവനും നമസ്കരിച്ചതിന് പോലെയാണ്. അപ്പോൾ എന്ത് ചെയ്യുക? ഇഷാവും സുബ്ഹും ജമാഅത്ത് നഷ്ടപ്പെടുത്തരുത് എന്നുള്ള നല്ല തീരുമാനം എടുക്കുക. എത്ര എന്താണെങ്കിലും പ്രയാസമാണെങ്കിലും ആ ജമാഅത്ത് നഷ്ടപ്പെടുത്താൻ പാടില്ല. ആ രീതിയിൽ മറ്റുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക? തർത്തീബാക്കുക. പുരുഷന്മാരാണ് ജമാഅത്ത്, പുരുഷന്മാർക്കാണ് നിർബന്ധം. സ്ത്രീകൾ അവരുടെ വീടുകളിലാണ് ഏറ്റവും ഉത്തമം. അപ്പോൾ ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ യഅലമൂന മാ ഫിൽ അതമ വസലാത്തിൽ ഫജ്രി ലഅതൗഹുമാ വലൗ ഹബുവൻ, ഇശാ നമസ്കാരത്തിൻ്റെയും ഫജ്ർ നമസ്കാരത്തിൻ്റെയും ശ്രേഷ്ഠത അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ ഇഴഞ്ഞാണെങ്കിലും അവർ വരുമായിരുന്നു. അപ്പോൾ ഈ 2 ജമാഅത്ത് എന്ത് ചെയ്യാൻ പാടില്ല? നഷ്ടപ്പെടുത്താൻ പാടില്ല. ഇതാണ് ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുമ്പോൾ അല്ലാത്തപ്പോഴും ഉള്ളതാണ് ഈ പ്രതിഫലം. റമദാൻ അല്ലാത്തപ്പോഴും ഇതേ പ്രതിഫലം തന്നെയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഇതിൽ ശ്രദ്ധ ഊന്നണം. മറ്റൊരു കാര്യം, ഒരു 100 ആയത്തെങ്കിലും പാരായണം ചെയ്യുക. ആ രാത്രികളിൽ ഒരു 100 ആയത്തെങ്കിലും പാരായണം ചെയ്യുക. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖറഅ ബിമിഅതി ആയ, ആരെങ്കിലും 100 ആയത്തിനെ പാരായണം ചെയ്താൽ ഫി ലൈലത്തിൻ,
ഒരു രാത്രി, ഏത് രാത്രിയിലും ആണെങ്കിലും അങ്ങനെയാണ്. റമദാനിൻ്റെ രാത്രികൾ പ്രത്യേകിച്ചും പ്രതിഫലാർഹമാണ് കൂടുതൽ. അപ്പോൾ ഒരാൾ ഇങ്ങനെ ചെയ്താൽ എന്താണ് കിട്ടുക? കുതിബ ലഹു ഖുനൂതു ലൈല, രാത്രി മുഴുവൻ ഖുർആൻ ഓതിയതിൻ്റെയും അതേപോലെ തന്നെ നിന്ന് നമസ്കരിച്ചതിൻ്റെ പ്രതിഫലം കിട്ടുന്നതാണ്. ഉണ്ടോ? 100 റക്അത്ത് പാരായണം ചെയ്താലതാണ്, 100 ആയത്ത് പാരായണം ചെയ്താൽ. അപ്പോൾ ഇതും നഷ്ടപ്പെടുത്താൻ പാടില്ല. ഈ രാവുകളിൽ രാത്രി ആയി കഴിഞ്ഞാൽ അപ്പോൾ മരുവേഷം അസ്തമിച്ച് കഴിഞ്ഞാൽ ഓതാം, പാരായണം ചെയ്യാം. അപ്പോൾ ഇതാണ് മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. റമദാനിൽ ഇബാദാത്തുകൾക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കണം. മറ്റുള്ള ദിവസങ്ങളിലും അനുഷ്ഠിക്കേണ്ട കാര്യം തന്നെയാണിത്. പക്ഷെ റമദാനിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും താബിഈങ്ങളും സലഫുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നിയമമാക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലതയോടെ ചെയ്തിട്ടുണ്ട്, ശ്രദ്ധയോടെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് റമദാനിൽ എന്ത് ചെയ്യണം? ഇതുപോലുള്ള കാര്യങ്ങൾ ചിട്ടയായി നിർവഹിക്കാൻ സാധിക്കണം. അപ്പോൾ 100 ആയത്ത് പാരായണം ചെയ്യുക എന്നുള്ള പ്രധാനപ്പെട്ട വിഷയമാണ്. ഇനി 5-ാമത്തെ കാര്യം, സൂറത്തുൽ ബഖറയിലെ 2 ആയത്ത് എപ്പോഴും എല്ലാ രാത്രികളും പഠിപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. ഇത് നഷ്ടപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധിക്കുക. മുസ്ലിം പറഞ്ഞു, മൻ ഖറഅ ആയതൈനി മിൻ ആഖിരി സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്തുകൾ ആരെങ്കിലും പാരായണം ചെയ്താൽ, അതായത് ആമന റസൂൽ എന്ന് തുടങ്ങുന്ന ആയത്ത്, ഫീ ലൈലത്തിൻ, ഒരു രാത്രിയിൽ, കഫതാഹു, അതവർക്ക് അത് രണ്ടും അവന് മതിയാക്കി തീർക്കുന്നതാണ്. അത് മതിയെന്നർത്ഥം അവനക്ക് ആ രാത്രിയിൽ. അതായത് സുയൂത്തി റഹിമഹുല്ല ഇപ്രകാരമാണ്, കഫതാഹു എന്ന് പറഞ്ഞാൽ ഐ അജ്സഅതാഹു മിൻ ഖിയാമിൽ ലൈലി ബിൽ ഖുർആൻ, രാത്രി മുഴുവനും ഖുർആൻ പാരായണം ചെയ്ത് നമസ്കരിച്ചതിന് തുല്യമാണെന്നത്. ഈ 2 ആയത്ത് പാരായണം ചെയ്താൽ രാത്രി മുഴുവനും ഖുർആൻ ഓതി നമസ്കരിച്ചതിന് തുല്യമായി തീരും എന്നാണ്. എല്ലാ രാത്രിയിലും പാരായണം ചെയ്യേണ്ടതാണ്. ലൈലത്തുൽ ഖദ്റിൽ കൂടുതൽ എന്ത് ചെയ്യുക? അതിനുവേണ്ടി പ്രതീക്ഷിക്കുമ്പോൾ ഇത് നിർവഹിക്കാതിരിക്കുക, വിട്ടുപോകാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പറഞ്ഞത്. വേറൊരു അഭിപ്രായം വക്കീല, വേറൊരു അഭിപ്രായം എന്തു ചെയ്യും? ഇത് വഖതാഹു ശർറ ശൈത്വാൻ, ഈ 2 ആയത്തുകൾ ഒരാൾ പാരായണം ചെയ്താൽ ഷൈത്വാനിൻ്റെ ഷെറിൽ നിന്ന് സംരക്ഷണമായിട്ടത് മതി. അവനെന്ത് ചെയ്യില്ല? ഷൈത്വാൻ ഉപദ്രവിക്കൂല. ഷൈത്വാൻ്റെ ഉപദ്രവങ്ങളിൽ നിന്ന് അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? സംരക്ഷണം നൽകും, സംരക്ഷണ കവചമായി മാറും എന്നുള്ളതാണ്. ഇത് ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യം പ്രാർത്ഥന നിർവഹിക്കുക എന്നുള്ളതാണ്. ധാരാളം ദുആ ചെയ്യുക. നോമ്പുകാരൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നോമ്പിൻ്റെ പകലുകളിൽ അതിന് കൂടുതൽ ശ്രേഷ്ഠതയുണ്ട്. രാത്രിയിൽ ദുആക്ക് ഉത്തരം നൽകപ്പെടുന്ന വ്യത്യസ്ത സമയങ്ങളും വിശ്വാസം പഠിപ്പിച്ചിട്ടുണ്ട്. അവസാനത്തെ സമയങ്ങളാണ് കൂടുതൽ. അതേപോലെ തന്നെ ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകപ്പെടുന്ന സമയമാണ്. ചില സ്വഹാബികൾ നബിയോട് പറഞ്ഞു, നബിയെ, മുഅദ്ദിനീങ്ങൾ അവർ ഞങ്ങളെക്കാൾ ധാരാളം ശ്രേഷ്ഠരാകുന്നു, അവർ ബാങ്ക് വിളിക്കുന്നു, വലിയ ശ്രേഷ്ഠതയാണ് ബാങ്ക് വിളിക്കുന്നതിന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർ പറയുന്ന പോലെ നിങ്ങളും പറയുക. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സൽ തുഅത, നിൻ്റെ ആവശ്യങ്ങൾ നീ ചോദിച്ചോ, നിനക്ക് നൽകപ്പെടും. ബാങ്കിൻ്റെ ദിക്റുകൾ കഴിഞ്ഞു ഉടനെ തന്നെ ഒരു സ്വലാത്ത് ചൊല്ലുക, അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ എന്നുള്ള പ്രാർത്ഥന പറയുക. പിന്നെ നമ്മുടെ ആവശ്യങ്ങൾ അല്ലാഹുവോട് ചോദിക്കാം. ഏതാവശ്യമാണെങ്കിൽ അല്ലാഹുവോട് ചോദിക്കാം, നൽകപ്പെടും. അതേപോലെ ബാങ്കിനും ഇഖാമത്തിനും ഇടയിലുള്ളതായ പ്രാർത്ഥന തള്ളപ്പെടുകയില്ല എന്ന് വിശ്വാസം പറഞ്ഞു. മഗ്രിബിനുള്ള ആ സമയം, ഇഷായിലുണ്ട് ആ സമയം. അപ്പോൾ ഈ സമയം എന്ത് ചെയ്യാൻ പാടില്ല? നഷ്ടപ്പെടുത്താൻ പാടില്ല. അതിനെന്ത് ചെയ്യണം? ഉപയോഗപ്പെടുത്തണം, പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, യാ റസൂലല്ലാഹ് അറഅയ്ത ഇൻ അലിംതു അയ്യ ലൈലത്തുൻ ലൈലത്തുൽ ഖദർ മാ അഖൂലു ഫീഹാ, നബിയെ, ലൈലത്തുൽ ഖദർ ഇന്ന രാത്രിയിലാണെന്ന് എനിക്കറിയാൻ സാധിച്ചാൽ ഞാൻ എന്താണ് പറയേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ നബി പറഞ്ഞു, ഖൂലി അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് പറയുക. അല്ലാഹുവേ, നീ അഫുവാണ്, നീ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, വിട്ടുവീഴ്ച ഇഷ്ടപ്പെടുന്നവനാണ് നീ. അതുകൊണ്ട് എന്നോട് നീ വിട്ടുവീഴ്ച കാണിക്ക്, എനിക്ക് നീ പുറത്തു താട്ടെ, എന്നോട് നീ കാരുണ്യം കാണിക്ക്, എന്നെ നീ ശിക്ഷിക്കരുത്. അള്ളാഹുവിന് വിട്ടുവീഴ്ച ചോദിക്കുക. ഇത് പ്രധാനപ്പെട്ട വിഷയമാണ്. അള്ളാഹുവിനോട് ദുആ ചെയ്യുക. പ്രത്യേകിച്ച് ഓരോ മനുഷ്യർക്കും ആവശ്യമുണ്ടാവും ഓരോരോ കാര്യങ്ങൾ. എൻ്റെ ആവശ്യം എന്താണെന്ന് മറ്റൊരാൾക്ക് അറിയണമെന്നില്ല.
ഓരോ ആവശ്യവും ഉണ്ടാവും, ഓരോ ആളുകൾക്കുണ്ടാവും. ഭാര്യയ്ക്കൊന്നുണ്ടാവും, ഭർത്താവിന് വേറൊന്നുണ്ടാവും, മക്കൾക്ക് വേറെ ഉണ്ടാവും, പല മേഖലകളിലുണ്ടാവും. ചിലപ്പോൾ ഒരാൾ പരീക്ഷിക്കപ്പെടുന്നുണ്ടാകാം, അവൻ്റെ നോട്ടം നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. അല്ലെങ്കിൽ ഹറാമുകൾ കേൾക്കുന്നു, മ്യൂസിക് കേൾക്കുന്നയാളാണ്. അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടുകളിൽ അവനക്ക് ചിട്ട ഇല്ലാത്തയാളാണ്, അത് നിയന്ത്രിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. അല്ലെങ്കിൽ മാതാപിതാക്കളുമായുള്ള ബന്ധം, അയൽവാസികളുമായുള്ള ബന്ധം, ഇതിലെല്ലാം നിഷിദ്ധം കടന്നു വരുന്നയാളാണ്. ഓരോ ആളുകൾക്കും അറിയാവുന്നത്. പലപ്പോഴും നമ്മൾ ദുആ ചെയ്യുന്നവരാണ്, പക്ഷേ നമ്മൾ നേരിടുന്ന പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് അറിഞ്ഞിട്ട് അത് ചോദിക്കലുണ്ടോ? അള്ളാഹുവിനോട് അത് ചോദിക്കണം. സ്ത്രീകളുടെ വിഷയത്തിൽ പരീക്ഷിക്കപ്പെടുന്നവനാണ്, അള്ളാഹുവിനോട് ചോദിക്കുക, അള്ളാഹുവേ ഞാൻ ഈ വിഷയത്തിൽ പരീക്ഷണം നേരിടുന്നവനാണ്, എന്നെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തണം എന്ന് അള്ളാഹുവിനോട് ചോദിക്കുക. സാമ്പത്തിക വിഷയമാണെങ്കിൽ അങ്ങനെ, ഏത് കാര്യമാണോ അത് അള്ളാഹുവിനോട് ചോദിക്കുക, അള്ളാഹു ഉത്തരം നൽകും. പ്രത്യേകിച്ചും റമദാനിൻ്റെ അഹ്കാമുകൾ വിശദീകരിക്കുന്ന ആയാത്തുകളുടെ ഇടയിൽ അള്ളാഹു കൊണ്ടുവന്ന ആയത്താണ് വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ. നോമ്പുകാരൻ്റെ ദുആക്ക് പ്രത്യേകം ഉത്തരമുണ്ട് എന്നുള്ളത് അറിയിക്കുന്നുണ്ടെന്നാണ് ഈ ആയത്ത്. അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു നൽകും. കാഫിർ അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു ഉത്തരം നൽകും. വ്യത്യസ്ത നസ്സുകളുണ്ട്. ഖുർആൻ തന്നെ പറയുന്നുണ്ട്, അവർ എന്ത് ചെയ്താൽ കപ്പലിലൂടെ സഞ്ചരിച്ചാൽ എന്ത് ചെയ്യുമായിരുന്നു? ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. ആരെക്കുറിച്ചാണ് പറയണേ? മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങളാണ്. അവർ ഇഖ്ലാസോടെ അള്ളാഹുവിലേക്ക് തിരിഞ്ഞ് അവനോട് മാത്രം പ്രാർത്ഥിച്ചപ്പോൾ അള്ളാഹു എന്ത് ചെയ്തു? ഫലമ്മാ നജ്ജാഹും മിനൽ ബർരി എന്ന് പറഞ്ഞാൽ അള്ളാഹു അവർക്ക് ഉത്തരം നൽകി. അവർ പ്രാർത്ഥിച്ചു അള്ളാഹുവിനോട്, അള്ളാഹു ഉത്തരം നൽകി. മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് നിയോഗിച്ചു. യമനിൽ അഹ്ലി കിതാബാണ്, കുഫാറുകളാണ്. അവർ പറഞ്ഞു എന്താണ്? ഇത്തഖി ദഅവത്തൽ മദ്ലൂം. ആക്രമിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥന നീ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. അവിടെ ആക്രമിക്കപ്പെടുന്നവൻ ആരാണ്? അവിടെ പോയിട്ട് അക്രമം കാണിക്കാൻ പാടില്ല. അവരോട് നീതിയിൽ പുറത്ത് കുഫാറുകളാണെങ്കിലും നീതി ചെയ്യേണ്ടതുണ്ട്. അനാവശ്യമായി അവരെന്ത് ചെയ്യാൻ പാടില്ല? ആക്രമിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാവാൻ പാടില്ല, സാമ്പത്തികമായിട്ടോ മറ്റോ. അപ്പോൾ അവരാക്രമിക്കപ്പെട്ടാൽ അവർ പ്രാർത്ഥിച്ചു അള്ളാഹുവിനോട്, എന്ത് ചെയ്യും? ഉത്തരം നൽകപ്പെടുന്നതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ കുഫാറുകൾ വരെയും അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്ത അള്ളാഹു എന്ത് ചെയ്യും? അള്ളാഹു സ്വീകരിക്കും. എങ്കിൽ അള്ളാഹുവിൻ്റെ ഏകത്വത്തെ അംഗീകരിക്കുന്ന, റിസാലത്ത് അംഗീകരിക്കുന്ന, നമസ്കരിക്കുന്ന, നോമ്പെടുക്കുന്ന, സക്കാത്ത് കൊടുക്കുന്ന, ഹജ്ജ് ചെയ്യുന്ന, സ്വർഗം പ്രതീക്ഷിക്കുന്ന ഒരു മുഅ്മിനിൻ്റെ ദുആക്ക് അള്ളാഹു ഉത്തരം നൽകും. അതിന് അള്ളാഹു തള്ളിക്കളയൂല. ഇത് യഖീനോട് അള്ളാഹുവിനോട് ചോദിക്കണം. നമ്മുടെ ഓരോ ആവശ്യങ്ങളും അള്ളാഹുവിനോട് ചോദിക്കണം. അള്ളാഹു എന്ത് ചെയ്യും? അതിന് ഉത്തരം നൽകുമെന്നുള്ളതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയെ പഠിപ്പിച്ചു കൊടുത്തു അത്. ഇനി മറ്റൊരു കാര്യം ഒരാൾക്ക് നിർവഹിക്കാൻ സാധിച്ചില്ല, അവൻ ഓരോ ആളുകൾക്കും ഒരു വിറുത് വേണം. അതായത് നിരന്തരം ചെയ്യുന്ന ചില അമലുകൾ വേണം. ഓരോ അവൻ്റെ എന്താണ് പറയുക, ദൈനംദിന ജീവിതത്തിൽ അവൻ ചെയ്യുന്ന അത് ഓരോ ആളുകൾക്ക് വ്യത്യസ്തമാകാം. അപ്പം എന്താണ്? ഖുർആൻ പാരായണം ചെയ്യുക, റമദാനിൽ ധാരാളം പാരായണം ചെയ്യണം. അതല്ലെങ്കിലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം എന്ത് ചെയ്യണം? ഒരു ദിവസം പാരായണം ചെയ്യണം. സലഫുകൾ അങ്ങനെയായിരുന്നു. ഒരു മാസം കഴിയുമ്പോൾ ഒരു ഖത്തം പൂർത്തിയാക്കാത്ത മാസങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല സലഫുകൾക്ക്, റമദാനിലല്ല അല്ലെങ്കിലും. അപ്പോൾ ഇത് ഒരു വിറുതായിട്ട് കണക്കാക്കണം. അതുപോലെ രാത്രി നമസ്കാരം കുറവാണെങ്കിലും അതിനൊരു നൈരന്തര്യം വേണം, തുടർച്ച ഉണ്ടാകണം. സ്വതക്കയുടെ കാര്യത്തിലും അങ്ങനെ സുന്നത്തായ കാര്യങ്ങൾ ഒരു തുടർച്ച ഉണ്ടാവൽ അനിവാര്യമാണ്. ഒരു ചര്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അങ്ങനെ ചില ചര്യകളുണ്ടായി. നബി രാത്രിയിൽ ഇത്ര ഭാഗം ഓതി തീർക്കുമായിരുന്നു. ചില വെറുതുകളുണ്ടായി, ചില ദിക്റുകളുണ്ടായി, നമ്മൾ പഠിപ്പിക്കപ്പെട്ട ദിക്റുകൾ തന്നെ. അതേപോലെ തന്നെ ഇത്ര ഭാഗം പാരായണം ചെയ്ത് തീർക്കുമെന്നുണ്ട്. ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് തീർക്കാൻ സാധിച്ചില്ല. ജിബ്രീലുമായുള്ള സംഭാഷണത്തിൽ വഹയുമായി ബന്ധപ്പെട്ട് ചില ജോലി തിരക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തീർക്കാൻ സാധിച്ചില്ല. അങ്ങനെ സ്വഹാബികൾ പള്ളിയിൽ കാത്തിരിക്കുകയാണ് ഇഷായിന് വേണ്ടിയിട്ട്. നബി കുറേ താമസിച്ചാവുന്നത്. കാരണം അന്വേഷിച്ചപ്പോൾ നബിയുടെ ഈ പറയുന്ന വെറുതുകൾ തീർന്നിട്ടില്ല, പൂർത്തിയാക്കിയതിനു ശേഷം ഇത് വന്നത്. ഇങ്ങനെ ഓരോ ആളുകൾക്കും ഉണ്ടാകണം. എന്നാലേ എന്തുണ്ടാവുള്ളൂ? നമ്മുടെ ഇബാദാത്തുകളിൽ തുടർച്ച ലഭിക്കാനുള്ള മാർഗത. നമുക്ക് ഓതണമെന്ന് ആഗ്രഹം ഉണ്ടാകും, പക്ഷേ എന്ത് ചെയ്യുന്നില്ല, നമുക്കൊരു നിശ്ചിതമായ ഒരു വിറുത് നമുക്കില്ല, ഇല്ലെങ്കിൽ അത് നടക്കൂല. അപ്പോൾ ഒരാൾ തീരുമാനിക്കുകയാണ് ഞാനൊരു ദിവസം ഒരു ജുസ് ഓതും, അങ്ങനെ തീരുമാനിച്ചിട്ടില്ല, ആ സമയം എന്ത് ചെയ്യും? അവനോതും. ഇനി എന്ത് ചെയ്തു? ഒരാൾക്കത് ഓതാൻ സാധിച്ചില്ല അല്ലെങ്കിൽ നിർവഹിക്കാൻ സാധിച്ചില്ല, എന്നാലോ മന്നാമ അൻ ഹിസ്ബിഹി, ഒരാൾ തൻ്റെ ഹിസ്ബിനെ തൊട്ടുറങ്ങിപ്പോയാൽ, ഹിസ്ബ് എന്ന് പറഞ്ഞാൽ അതാണ്, വെറുതാണ് ഉദ്ദേശിച്ചത്. നബി നിരന്തരം നിർവഹിക്കുന്നതായ
നമസ്കാരങ്ങൾ അല്ലെങ്കിൽ പാരായണങ്ങൾ. ഇതൊരാൾക്ക് സാധിച്ചില്ല എങ്കിൽ ഔ അൻ ഷൈഇൻ മിൻഹു, അല്ലെങ്കിൽ അതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് നിരന്തരം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 11 റക്അത്താണ് നിസ്കരിച്ചിരുന്നത്, ഒരു രാത്രിയിൽ നിസ്കരിക്കാൻ സാധിച്ചില്ല, 9 പറ്റിയുള്ളൂ അല്ലെങ്കിൽ 7 പറ്റിയുള്ളൂ, അതിൽ നിന്ന് ഏതെങ്കിലും നഷ്ടപ്പെട്ടു പോയി എങ്കിൽ ഫഖറഅഹു ഫീമാ ബൈന സ്വലാത്തിൽ ഫജ്രി വ സ്വലാത്തിൽ ദുഹർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ പാരായണം ചെയ്ത് തീർക്കുമായിരുന്നു. എപ്പോൾ? സുബ്ഹിക്കും ദുഹറിനും ശേഷം പാരായണം ചെയ്ത് ഖളാ വീട്ടുമായിരുന്നു. ഏതെങ്കിലും നബി നിരന്തരം പാരായണം ചെയ്തുകൊണ്ടിരുന്ന ഹിസ്ബ്, നമ്മൾ ഖുർആനിൽ കണ്ടിട്ടില്ലേ ഹിസ്ബ്, ജുസ്കൾക്ക് ഇടയിൽ ഹിസ്ബുകളുണ്ടാവും. അപ്പോൾ ഇതാണ് പറയണത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഉണ്ടായി, ഓരോ ദിവസം പൂർത്തിയാക്കേണ്ട ഒരു ഹിസ്ബ് ഉണ്ടായി നബിക്ക്. അത് ചെയ്യാതെ ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുമായിരുന്നു നബി? അത് വീട്ടുമായിരുന്നു. ദുഹറിൻ്റെയും ഫജ്റിൻ്റെയും ഇടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീർക്കുമായിരുന്നു. അങ്ങനെ തീർത്താൽ കുതിബ ലഹു കഅന്നമാ ഖറഅഹു മിനൽ ലൈൽ, രാത്രിയിൽ തന്നെ അത് പാരായണം ചെയ്തതിനുള്ള പ്രതിഫലം എന്ത് ചെയ്യപ്പെടും? നൽകപ്പെടും എന്നാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഫാതതഹു സ്വലാ മിനൽ ലൈൽ, രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏതെങ്കിലും നമസ്കാരം നഷ്ടപ്പെട്ടു പോയ, രാത്രി നമസ്കാരം ഉണ്ടോ, മിൻ വജഇൻ വഗൈരി, എന്തെങ്കിലും വേദനകളാൽ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റുള്ള കാരണങ്ങളാൽ, സ്വല്ലാ മിനൻ നഹാരി 12 റക്അ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുമായിരുന്നു? പകലിൽ 12 റക്അത്ത് നമസ്കരിക്കുമായിരുന്നു. രാത്രിയാണെങ്കിൽ 11, പക്ഷേ വിത്ർ എന്നുള്ളത് രാത്രിയിലേ ഉള്ളൂ, പകലില്ല. അപ്പം എന്ത് ചെയ്യും? 11 എന്നുള്ളത് 12 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുമായിരുന്നു. മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. അപ്പോൾ ഒരാൾക്ക് ഇനി അങ്ങനെ സാധിച്ചില്ല, എന്തെങ്കിലും അത്യാവശ്യമായ കൊണ്ട് വിട്ടുപോയി, എന്ത് ചെയ്യുക? പകലിൽ അതിനെ വീട്ടുക. പകലിൽ അതിന് വീട്ടിയാൽ എന്തുപോലെ? ആ രാത്രിയിൽ നിർവഹിച്ചതിനെ പോലെ. അപ്പോൾ രാത്രിയിൽ നമ്മൾ ഇത് ചെയ്തിരിക്കണം. ഈ നേരത്തെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ലൈലത്തുൽ ഖദറിനെ തേടുന്ന രാത്രികളിൽ നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. ഒരാൾക്ക് നിർവാഹമില്ലാതെ വിട്ടുപോയി ഏതെങ്കിലും കാര്യം, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? അവനത് പകലിൽ നിർവഹിക്കാം. പകലിൽ നിർവഹിച്ചാൽ അത് രാത്രിയിൽ നിർവഹിക്കുന്നവന് തുല്യമായി മാറി എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, രാത്രി നമസ്കരിക്കാൻ വേണ്ടിയിട്ട് നിയ്യത്ത് ചെയ്യുക. ഇതും വളരെ പ്രധാനപ്പെട്ട വിശ്വാസപരമായൊരു മസലയാണത്. നിയ്യത്ത് ചെയ്യൽ. പലപ്പോഴും നിയ്യത്ത് ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം പലരും കണക്കിലെടുക്കുന്നില്ല. നമ്മൾ നേരത്തെ തീരുമാനിക്കുക, ഇന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യും, റമദാനായി കഴിഞ്ഞാൽ ഇന്ന കാര്യങ്ങൾ നിർവഹിക്കും, അല്ലെങ്കിൽ അടുത്ത ദിവസം ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യും. അത് ഇബാദാത്തുകൾ, വ്യക്തിബന്ധങ്ങളുടെ കാര്യത്തിൽ, കുടുംബ സന്ദർശനത്തിൻ്റെ കാര്യത്തിൽ, ഇതുപോലുള്ള കാര്യങ്ങൾ, രോഗികളെ സന്ദർശിക്കുന്ന കാര്യം നേരത്തെ തീരുമാനിക്കുന്നതിന് ചിലവുണ്ടോ? അധ്വാനമില്ല, ഒന്നുമില്ല. മുസല്ലാസ് പറഞ്ഞിട്ടുണ്ട്, വ്യത്യസ്ത ഹദീസുകളിലൂടെ കാണാം. ഒരാൾ ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, അതവന് ചെയ്യാൻ സാധിച്ചില്ല, എങ്കിലും എന്ത് ചെയ്യും? പ്രതിഫലം നൽകപ്പെടും. അപ്പം നല്ല തീരുമാനങ്ങൾ എടുക്കുക. ലൈലത്തുൽ ഖദറിന് വേണ്ടിയിട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് എന്ത് ചെയ്യും? രാത്രികൾ ഹയാത്താക്കുമെന്ന് നേരത്തെ തീരുമാനിക്കുക, ദൃഢമായ തീരുമാനങ്ങൾ എടുക്കുക. ഇങ്ങനെ തീരുമാനമെടുത്തു, ഒരാൾക്കത് ചെയ്യാൻ സാധിച്ചില്ല, ചിലപ്പോൾ രോഗം ബാധിച്ചു നോട്ടിക്കോ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അങ്ങനെ അവന് ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും എന്ത് ചെയ്യും? അതിന് പ്രതിഫലം അവന് നൽകപ്പെടും. അപ്പം നേരത്തെ തീരുമാനം എടുക്കുക എന്നുള്ളതാണ്. ഖുർആൻ പാരായണത്തിൻ്റെ കാര്യത്തിലും അങ്ങനെ, രാത്രി നമസ്കാരത്തിലും നോമ്പിൻ്റെ കാര്യത്തിലേക്ക് നേരത്തെ തീരുമാനമെടുക്കുക. ഇങ്ങനെ തീരുമാനമെടുക്കുന്നതിന് വലിയ അസറുണ്ട്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയോട് മകൻ അബ്ദുള്ള റഹിമഹുല്ല ചോദിച്ചു, എനിക്കൊരു വസിയ്യത്ത് നൽകണം. അപ്പം പറഞ്ഞു, ഇൻ വിൽ ഖൈർ, നീ എന്ത് ചെയ്തു കൊള്ളുക? നന്മയെ കരുതിക്കൊള്ളുക, നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു കൊള്ളുക. നന്മ ചെയ്യാൻ ഒരാൾ ഉദ്ദേശിക്കുന്ന കാലം അത്രയും അവൻ നന്മയിലായിരിക്കും, അവൻ തിന്മയിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. ഒരാളുടെ മനസ്സിൽ നന്മ ചെയ്യാനുള്ള ഉദ്ദേശമാണ്, നെയ്യത്താണ് അവൻ്റെ ഉള്ളിലുള്ളത്, എന്നാൽ അവനെന്ത് ചെയ്യും? നന്മയിലായിരിക്കും, അവൻ അള്ളാഹു നന്മയിലേക്ക് കൊണ്ടുപോകും. ഇതിനെ സംബന്ധിച്ച് പിൽക്കാലത്തുള്ള പല പണ്ഡിതന്മാരും പറഞ്ഞത്, ദുനിയാവും ആഖിറവും ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു വാത്സല്യമുള്ള പിതാവ് മകന് കൊടുത്തിരിക്കുന്ന ഏറ്റവും സുപ്രധാനമായ വസിയ്യത്താണെന്നാണ്. നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു കൊണ്ടിരിക്കുക, നെയ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ നെയ്യത്ത് ചെയ്യുന്നതിന് വലിയ പ്രതിഫലമാണ്. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അതാ ഫിറാഷ, ഒരാൾ ഉറങ്ങാൻ പോകുന്നു, വഹുവ യൻവി അൻ യഖൂമ യുസല്ലിയ മിനൽ ലൈൽ, രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കണമെന്നുള്ള നെയ്യത്തോടെയാണ് അവൻ ഉറങ്ങാൻ പോകുന്നത്. അങ്ങനെ ഫഗലബതുഹു ഐനാഹു ഹത്താ അസ്ബഹ, സുബ്ഹ് വരെയും അവൻ ഉറങ്ങിപ്പോയി. അവൻ്റെ കണ്ണ് ഉറക്കം അതിജയിച്ചു, അവൻ ഉറങ്ങിപ്പോയി. കുതിബ ലഹു മാനവ, അവൻ കരുതിയതിൻ്റെ പ്രതിഫലം എന്ത് ചെയ്യപ്പെടും? അവൻ രേഖപ്പെടുത്തപ്പെടും.
വകാന നൗമുഹു സദഖതൻ അലൈഹി മിൻ റബ്ബിഹി അസ്സ വജൽ. ആ ഉറക്കം അള്ളാഹു അവന് കൊടുത്ത സദഖയായിരിക്കും. അവനക്ക് ഉറങ്ങാൻ ആവശ്യമുണ്ടായി. ആ സമയത്ത് അവൻ്റെ ശരീരത്തിന്, ആരോഗ്യത്തിന് ഉറങ്ങുക എന്നുള്ളതായിരുന്നു വേണ്ടത്. അള്ളാഹു അവൻ എന്ത് ചെയ്തു? ഉറക്കിയത് കൂട്ടിയാൽ മതി. അള്ളാഹു അവനക്ക് ചെയ്ത സദഖയാണത്. അവനക്ക് ഉറക്കവും കിട്ടി, രാത്രി നമസ്കരിച്ചതിൻ്റെ പ്രതിഫലവും കിട്ടി. അപ്പോൾ നെയ്യത്ത് എന്ത് ചെയ്യുക? വളരെ പ്രധാനപ്പെട്ടതാണ്. അത് അഖീദയുമായി ബന്ധപ്പെട്ട വിഷയം കൂടിയിട്ടാണ്. നെയ്യത്ത് എന്ത് ചെയ്യണം? ചെയ്തുകൊണ്ടിരിക്കണം, നല്ലത് കരുതിക്കൊണ്ടിരിക്കുക എന്നുള്ളത്. മറ്റൊരു കാര്യം അല്ലേ ഇഅ്തികാഫാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ പറയുന്നത് കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅ്തകിഫുൽ അശ്റൽ അവാഖിർ മിൻ റമദാൻ. റമദാനിലെ അവസാനത്തെ 10 ദിവസങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫിരിക്കുമായിരുന്നു. ചിലപ്പോൾ അവസാന വർഷത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 20 ദിവസം ഇഅ്തികാഫിരുന്നിട്ടുണ്ട്. വഫാത്താകുന്ന വർഷം നബി 20 ദിവസം ഇഅ്തികാഫിരുന്നിട്ട് ഒരു റമദാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫിരിക്കാൻ സാധിച്ചില്ല ചില കാരണങ്ങളാൽ. അത് ശവ്വാൽ നബി എന്ത് ചെയ്തിട്ടുണ്ട്? അത് ഖളാ വീട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇഅ്തികാഫ് വളരെ പ്രധാനപ്പെട്ട ഇബാദത്താണ്. പ്രത്യേകിച്ചും ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത് കാണാം, റമദാനിലുള്ള ഇബാദത്തുകൾ ഒരു മനുഷ്യനെ നന്മയിലേക്ക് കൊണ്ടുവരാൻ വളരെ പ്രേരിപ്പിക്കുന്ന കാര്യങ്ങളാണ് എല്ലാ ഇബാദത്തും റമദാനിലുള്ളത്. ഒരു മനുഷ്യനെ തിന്മയിലേക്ക് കൊണ്ടുപോകുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ശൈഖ് പറയുന്നുണ്ട്. ഒരാളുടെ അതിരുകവിഞ്ഞ സംസാരങ്ങൾ, അതേപോലെ തന്നെ അതിരുകവിഞ്ഞ ഉറക്കം, അതേപോലെ അതിരുകവിഞ്ഞ ബന്ധങ്ങൾ, അതേപോലെ അതിരുകവിഞ്ഞ ഭക്ഷണം. ഈ 4 കാര്യങ്ങൾ ഒരു മനുഷ്യനെ തിന്മയിലെത്തിക്കും എന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്. ഈ 4 കാര്യങ്ങളെ നിയന്ത്രിക്കാനുള്ള ഇബാദാത്തുകൾ അള്ളാഹു ചെയ്തിട്ടുണ്ട്. റമദാനിൽ നിയമമാക്കിയിട്ടുണ്ട്. നോമ്പ് അവൻ്റെ സംസാരത്തെ നിയന്ത്രിക്കൂ. കാരണം ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, നിങ്ങളിൽ ഒരാൾ നോമ്പെടുക്കുകയാണെങ്കിൽ അവൻ്റെ കണ്ണും കാതും അവൻ്റെ നാവും നോമ്പെടുക്കട്ടെ എന്നാണ് പറഞ്ഞത്. നോമ്പിൽ ഏറ്റവും നിസ്സാരമായ കാര്യം ഭക്ഷണവും പാനീയവും ഉപേക്ഷിക്കല. അവൻ്റെ കണ്ണും കാതും നാവുമെല്ലാം നോമ്പ് അനുഷ്ഠിക്കലാണെന്ത് പ്രയാസമുള്ളത്. എന്നാലും റമദാനിൽ അള്ളാഹുവിൻ്റെ ഫضൽ കൊണ്ട് മുഅ്മിനീങ്ങൾക്ക് സാധിക്കുന്നുണ്ട്, പരമാവധി സാധിക്കുന്നുണ്ട്. ഇത് അവൻ്റെ തിന്മകളിൽ നിന്ന് സംരക്ഷിക്കാനുള്ളതാണ്. അതേപോലെ വ്യക്തികളുമായിട്ടുള്ള അതിയായ ബന്ധം ഇത് തടയിടുന്നതാണെന്ത്? ഇഅ്തികാഫ് അള്ളാഹുവുമായിട്ടുള്ള ബന്ധമാണ്. പള്ളി പോയിരിക്കുന്നിട്ട് ആളുകളുമായി സംസാരിച്ചിരിക്കുക, അതല്ല. എന്തെങ്കിലും ഇൽമിയായ മസാലകൾ എന്തെങ്കിലും ചർച്ച ചെയ്യുക, ഉടനെ നിർത്തിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? കൂടുതൽ സ്വയം ഇബാദത്തിന് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? സമയം കൊടുക്കുക. അതാണ് ചെയ്യേണ്ടത്. സ്വന്തം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മസ്ജിദിൽ ഒരു മറ സ്ഥാപിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ടാണ് എന്ത് ചെയ്യുക? ഇബാദത്ത് ചെയ്യുക. ഇഅ്തികാഫിൽ ആ രീതിയിലായിരുന്നു. അപ്പോൾ ആളുകളുമായുള്ള ബന്ധം കുറയ്ക്കേണ്ട സമയത്ത് കുറയ്ക്കണം. ചിലപ്പോൾ അമിതമായ ബന്ധം എന്ത് ചെയ്യും? അപകടം ഉണ്ടാക്കും. അപ്പോൾ ഈ നോമ്പും അതേപോലെ തന്നെ രാത്രി നമസ്കാരം, ഉറക്കം എന്ത് ചെയ്യുന്നുണ്ട്? കുറയ്ക്കുന്നുണ്ട്. ആവശ്യമില്ലാത്ത ഉറക്കത്തിൽ അവനെ തടയുന്നുണ്ട്. അപ്പോൾ ഇത് ഒരാളെ നന്മയിലേക്ക് കൊണ്ടുവരാൻ പര്യാപ്തമായ കാര്യങ്ങളാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഅ്തകിഫു ഫീ കുല്ലി റമദാൻ 10 അയ്യാം. എല്ലാ വർഷങ്ങളിലും 10 ദിവസം ഇഅ്തികാഫിരിക്കും. എന്നാൽ അവസാനത്തെ വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ അവസാനത്തെ വർഷം 20 ദിവസങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു? ഇഅ്തികാഫിരുന്നു. പള്ളിയുമായുള്ള ബന്ധം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ പാലിക്കണം. നമ്മുടെ മക്കളും വളർന്നു വരുന്ന തലമുറയെ പള്ളികളിലേക്ക് അടുപ്പിക്കാൻ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. ഓരോ നാടുകളിലും പള്ളി വേണം. ഓരോ സഹാബികളുടെ കാലഘട്ടത്തിൽ ഓരോ ഹയ്യിലും പള്ളിയുണ്ട്, ഓരോ ഗോത്രത്തിലും എന്തുണ്ട്? പള്ളി ഉണ്ടാകുമായിരുന്നു. ജുമാ നമസ്കാരത്തിനും മറ്റും അവരെല്ലാവരും എന്ത് ചെയ്യും? ഒരുമിച്ച് കൂടും. അല്ലാത്ത ജമാഅത്തുകൾ എന്ത് ചെയ്യും? അവരവരുടെ ഹയ്യകളിലുള്ള ചെറിയ ചെറിയ മസ്ജിദുകളിൽ എന്ത് ചെയ്യും? നിർവഹിക്കും. ചില ആളുകൾ എന്ത് ചെയ്യും? പള്ളി നിർമ്മിക്കുന്നതിനെ ആക്ഷേപിക്കും. എന്തിനാ ഇപ്പോൾ അവിടെ പള്ളി ഉണ്ടല്ലോ, ഇവിടെ പള്ളി ഉണ്ടല്ലോ, നിങ്ങളെന്ത്? ഓരോ ചെറിയ ഗല്ലികളിലും പള്ളി പണിയാം. പള്ളികളുമായുള്ള ബന്ധം വന്നിട്ട് എന്ത് ചെയ്യണം? ഊട്ടിയുറപ്പിക്കണം. കാരണം പള്ളികൾ അല്ലാത്ത പല കേന്ദ്രങ്ങളുണ്ട് നമ്മുടെ നാടുകളിൽ. പല പാർട്ടി ഓഫീസുകളുണ്ടാവും. തിന്മകളിലേക്കും മതനിഷേധത്തിലേക്കും ആളുകളെ കൊണ്ടുപോകാൻ ധാരാളം കേന്ദ്രങ്ങളുണ്ടാവും. ലഹരി അടിമപ്പെടുത്തുന്ന പല പല കേന്ദ്രങ്ങളുണ്ട്. മുസല്ലാസം പറഞ്ഞല്ലോ, ഭൂമിയിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാ? മസാജിദുള്ള, അള്ളാഹുവിൻ്റെ പള്ളിയാണ്, അള്ളാഹുവിൻ്റെ ഭവനങ്ങളാണ്. ഏറ്റവും മോശപ്പെട്ട ഏതാണ്? മാർക്കറ്റുകളാണ്. അപ്പോൾ മാർക്കറ്റ് പോലെ ധാരാളം മോശപ്പെട്ട സ്ഥലങ്ങളുണ്ട് നമ്മുടെ സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക? നല്ല സ്ഥലങ്ങളിലേക്ക് ആളുകളെ അടുപ്പിക്കുക.
അതല്ല എങ്കിൽ വലിയ നാശം ഈ ഉമ്മത്തിന് സംഭവിക്കാനുണ്ട്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പള്ളികളുമായുള്ള ബന്ധം കുട്ടികളെ അതിലേക്ക് അടുപ്പിക്കുക എന്നുള്ളത് വലിയ ഒരു ദൗത്യമാണ്. അതിനുവേണ്ടി എന്ത് ചെയ്യണം? പരിശ്രമിക്കണം. അതുകൊണ്ട് പള്ളികൾ എത്ര അധികം വരുന്നു അത്രയും നല്ലതാണ്. ഒരുപാട് നടന്നു പോവുക എന്നുള്ള ചില പ്രയാസമായിരിക്കും. അടുത്തടുത്ത് പള്ളികളുണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല. അതെന്താണ്? സമൂഹത്തിൽ നന്മയെ കൊണ്ടുവരുള്ളൂ. വിശ്വാസം പറഞ്ഞ് കാണാം, ഇന്നലിൽ മസാജിദി ഔതാദ, പള്ളികൾക്ക് ചില വസ്തുതകളുണ്ട്, ചില ആണിക്കല്ലുകളുണ്ട്. അൽ മലായിക്കത്തു ജുലസാഉം, അതായത് പള്ളിയുമായി നിരന്തരം ബന്ധം സ്ഥാപിക്കുന്നവരെ കുറിച്ചാണ് നബി എന്ന് പറഞ്ഞത്, ഈ ആണികളെന്ന് പറഞ്ഞത്. അവരുടെ കൂടെ ഇരിക്കുന്ന കൂട്ടുകാർ മലായിക്കത്താണ്. അൽ മലായിക്കത്തു ജുലസാഉഹും, അവരുടെ കൂട്ടുകാരാണ്? മലായിക്കത്താണ്. ഇൻ ഗാബു യഫ്തഖിദൂഹും, ഇവർ ഒരു ദിവസം പള്ളിയിലേക്ക് വന്നില്ലെങ്കിൽ മലായിക്കത്ത് അവരെ അന്വേഷിച്ചു. അവരെന്തു പറ്റി? അവനവിടെ പോയി മലായിക്കത്ത് അവരന്വേഷിച്ചു. സുബ്ഹാനല്ലാഹ്, എത്ര സുന്ദരമാണെന്ന് നോക്ക്. എന്ന് മാത്രമല്ല, വ ഇൻ മരിദു ആദുഹും, അവർക്കെങ്ങാനും രോഗം ബാധിച്ച് കിടക്കുന്നതാണെങ്കിൽ മലായിക്കത്ത് അവരെ പോയി സന്ദർശിക്കും. പള്ളിയുമായി നിരന്തരം ബന്ധം സ്ഥാപിക്കുന്ന ആളുകളെ സന്ദർശിക്കാൻ മലായിക്കത്ത് അങ്ങോട്ട് പോകും, അവർ രോഗിയാണെങ്കിൽ. വ ഇൻ കാനു ഫി ഹാജത്തിൻ ആനു, അവർക്ക് എന്തെങ്കിലും ആവശ്യം വന്നുകൊണ്ട് ആ പണിയിലാണ്, എന്നാൽ എന്ത് ചെയ്യും? അവരാ ആവശ്യത്തിൽ സഹായിച്ചു കൊടുക്കും. അത്ര വലിയ നേട്ടമാണ്, അള്ളാഹുവിൻ്റെ സഹായമാണത്. അപ്പോൾ ഇത് കരസ്ഥമാക്കാൻ സാധിക്കണം. അത് പള്ളിയുമായി എന്ത് ചെയ്യണം? നിരന്തര ബന്ധം സ്ഥാപിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട വിഷയമാണ്. അതേപോലെ രാത്രികളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്ന മറ്റൊരു കാര്യമാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദന്നാസ്, നബി ജനങ്ങളിൽ ഏറ്റവും ഉദാരനായിരുന്നു, പണം ചിലവഴിക്കുമായിരുന്നു. വക്കാന അജ്വദ മാ യകൂനു ഫി റമദാൻ, ഏറ്റവും അധികം നബി തൻ്റെ ജൂദ്, ഉദാരത കാണിച്ചത് റമദാൻ മാസത്തിലാണ്. ഹീന യൽഖാഹു ജിബ്രീൽ, ജിബ്രീലിനെ കണ്ടുമുട്ടുമ്പോൾ. ഫയതദാറസുഹു അൽ ഖുർആൻ, എല്ലാ രാത്രികളും ജിബ്രീലുമായിട്ട് എന്ത് ചെയ്യുമായിരുന്നു? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പഠിക്കുമായിരുന്നു, ഖുർആൻ ഓതി കേൾപ്പിക്കും. അവസാനത്തെ വർഷം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 പ്രാവശ്യം കേൾപ്പിച്ചു എന്നാണ്. അങ്ങനെ ഫലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന യൽഖാഹു ജിബ്രീൽ അജ്വദു ബിൽ ഖൈരി മിനർ റീഹിൽ മുർസല, അടിച്ചു വീശുന്ന ഫല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടോ, അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ വേഗതയിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുമായിരുന്നു? ജൂദ് കാണിക്കുമായിരുന്നു. ജിബ്രീലിനെ കണ്ടുമുട്ടുമ്പോൾ അടിച്ചു വീശുന്ന കാറ്റിൻ്റെ വേഗതയിൽ നബി എന്ത് ചെയ്യുമായിരുന്നു? അതിനേക്കാൾ വേഗതയിൽ സമ്പത്ത് ദാനം ചെയ്യുമായിരുന്നു. അപ്പോൾ ഇതും വളരെ പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു ഇബാദത്താണ് റമദാനിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനിലെ ഇബാദത്തുകൾ ചിട്ടയോടെ നിർവഹിക്കാൻ നമുക്ക് നല്ല തൗഫീഖ് നൽകട്ടെ. നമ്മളുള്ള രോഗികൾക്ക് അല്ലാഹു പരിപൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നമ്മുടെ ഇബാദത്തുകൾ ഇഖ്ലാസോടെ നിർവഹിക്കാൻ, സുന്നത്തനുസരിച്ച് നിർവഹിക്കാൻ നല്ല തൗഫീഖ് നൽകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. صلى الله وسلم على نبينا محمد وآله وصحبه أجمعين.